ആ രാഷ്ട്രീയ ചോര താങ്കളുടെ കൈകളില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയും? ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അറിവോട് കൂടിയിട്ട് പോയിട്ട് വിട്ടു ആൾക്കാർ. പി ജയരാജൻ ആ സംഭവത്തെക്കുറിച്ച് അറിവേ ഇല്ല എന്ന് മാഷ് പറയുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ അഭയം തേടിയതാണ് CPM പാളയത്തിലേക്ക് എന്നാരെങ്കിലും ആരോപിച്ചാലോ? CPM ആരെയും സ്വീകരിക്കും. മരണത്തെ മുഖാമുഖം കണ്ട പല സന്ദർഭങ്ങളും. ഐഡിയോളജി എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. താങ്കളുടെ സതീർത്ഥനാണ്, താങ്കളുടെ ആത്മബന്ധമുള്ള ആളാണ്. ഇപ്പോഴും കെ ടി ജയകൃഷ്ണ മാസ്റ്ററെ പറ്റി ഓർക്കുമ്പോൾ താങ്കളുടെ ഉള്ളിൽ CPM-നെതിരെ ഒരു രോഷം പതഞ്ഞു പോകുന്നു, പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ? അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ ഒരു അധ്യായമാണ്. ഇവിടെ കേൾക്കുന്നത് നാടിന്റെ ശബ്ദമാണ്. ഇവിടെ ഉയരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാദമാണ്. ജനകീയ കോടതിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ കോടതിയിൽ തന്നെ ന്യായാധിപൻ, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സർ. ജനകീയ കോടതിയിൽ ഇന്നത്തെ അതിഥി ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. ദീർഘകാലം BJP-യുടെ നേതാവും BJP-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ശ്രീ OK വാസു മാസ്റ്റർ CPM-ലാണ്. നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യാം ശ്രീ OK വാസു മാസ്റ്റർ. വെൽക്കം ശ്രീ വാസു മാസ്റ്റർ. യെസ് യുവർ ഓണർ. OK വാസു മാസ്റ്റർ BJP-യിലുള്ള കാലം, CPM-ലേക്ക് മാറുന്ന കാലം ഒക്കെ വാർത്താകേന്ദ്രമാണ്. ചോദ്യങ്ങളുണ്ട്, അനുവാദം വേണം. പ്ലീസ്. താങ്ക് യു സർ. താങ്ക്സ് ലോട്ട്. OK വാസു മാസ്റ്റർ, താങ്കളുടെ കുറിക്കുള്ളുന്ന ചില പരാമർശങ്ങൾ, നർമ്മത്തിലൂടെ പ്രവർത്തകരെ കയ്യിലെടുക്കുന്ന പ്രസംഗങ്ങൾ ധാരാളം ഒരു കാലത്ത് കേൾക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതങ്ങനെ കേൾക്കാനില്ല. ഒരു നിശബ്ദത സ്വയം തിരഞ്ഞെടുത്തതോ അതോ നിശബ്ദമാക്കപ്പെട്ടോ ശ്രീ OK വാസു മാസ്റ്റർ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ക്ഷണിച്ചാൽ ആവശ്യത്തിനനുസരിച്ച് നിയോഗിക്കുന്നതിനനുസരിച്ചിട്ടുള്ള പ്രശ്നത്തെ കാര്യങ്ങൾ. എങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ അക്കാലത്ത് കൂടുതലായി ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാത്തത് കൊണ്ടാണോ അതോ കേരളം അങ്ങനെ കേൾക്കുന്നില്ല ഇപ്പോൾ OK വാസു മാസ്റ്റർ പ്രതികരണങ്ങൾ? എന്തുകൊണ്ട്? അതായത് ഇപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരു പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങൾ കുറവാണ്, പ്രതികരണം കുറവാണ്. CPM-ന്റെ ഒരു സംഘടനാ സംവിധാനമായതുകൊണ്ടാണ്. OK വാസു മാസ്റ്റർ, താങ്കൾ RSS-ന്റെ ഗണവേഷം ധരിച്ച് നടന്ന, അല്ലെങ്കിൽ അതിൻ്റെ ട്രൗസറും അതിൻ്റെ വെള്ളഷർട്ടും കയ്യിൽ കണ്ടയും ഒക്കെ പിടിച്ച് ദീർഘവർഷങ്ങൾ ആ ധാരയ്ക്കൊപ്പം പോയ ആളാണ്. CPM-ലേക്ക് എത്തുന്നു. ഇപ്പോൾ 10ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ 100% കമ്മ്യൂണിസ്റ്റായി എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? 100% കമ്മ്യൂണിസ്റ്റായി എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ആകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര ശതമാനം വിജയിച്ചിട്ടുണ്ടാവും ചോദിച്ചാലോ? ഒരു 50% അങ്ങനെ വിജയിച്ചിട്ടുണ്ടോ? അത്ര എളുപ്പമാണോ കാര്യം? എളുപ്പമില്ല. താങ്കൾ ജനസംഘകാലം എന്ന് പറഞ്ഞാൽ BJP തുടർച്ചയായ അധികാരത്തിൽ വരുന്ന കാലത്തിന് മുൻപ് ജനസംഘകാലത്ത്, അല്ലെങ്കിൽ BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് താങ്കൾ ജനസംഘത്തിലൂടെ വരികയും ദീർഘകാലം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും RSS-ൽ പ്രവർത്തിക്കുകയും BJP-യുടെ പടിപടിയായി വരികയും BJP-യുടെ ജില്ലാ അധ്യക്ഷനാവുകയും, ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന 200 ചില്ലുവാനം അംഗങ്ങളുള്ള ദേശീയ കൗൺസിൽ വരെ താങ്കൾ അംഗമായിട്ടുണ്ട് എന്നുള്ളത്. OK വാസു മാസ്റ്റർ 46 വർഷമാണ്. 50 വർഷത്തിന് 4 വർഷം മാത്രം കുറവാണ്. അത് അക്കാലം അങ്ങനെ മാച്ചുകളാൻ കഴിയുമോ മനസ്സിൽ നിന്ന്? പൂർണ്ണമായിട്ടും മാച്ച് കളയാൻ പറ്റില്ലല്ലോ. എന്നാലും കുറേ ഭൂരിഭാഗവും മാഞ്ഞു പോയി. ഇപ്പോൾ കുറച്ച് ഭാഗവും കൂടി ഉണ്ടാവും അന്വേഷിച്ചാലും. എന്ന് പറഞ്ഞാൽ RSS ഉള്ളിൽ കുറച്ചുണ്ടതാണ്? ഇല്ലില്ല, അത് മാഞ്ഞ് ഇങ്ങനെ പോയല്ലോ. RSS-ൽ പണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ RSS പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം രാഷ്ട്രീയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഒരു RSS-കാരനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സദാ വത്സലയ മാതൃഭൂമി എന്ന ഗണഗീതം പാടിയവർക്ക് ബലികുടീരങ്ങളെ പെട്ടെന്ന് വഴങ്ങുമോ? പക്ഷേ അതിൽ അതിലൊന്നുണ്ട്. അതിനകത്ത് ബലികുടീരങ്ങളിലും താമരനെ പറ്റി പറയുന്നുണ്ട്. താമര മുകുളങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടല്ലോ. ബലികുടീരത്തിന് അതിനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും ഒന്നാണെന്നാണോ? ഒരു തരത്തിൽ നോക്കിയാൽ ഒന്ന് തന്നെ. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? അത് RSS ഗണഗീതമാണത്. അതവർ പ്രൗഢ ദേശീയത എന്നൊക്കെ RSS-ന്റെ പ്രാർത്ഥനയാണത്, ഗണഗീതയല്ല, പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിയ മനസ്സുകൾക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ വിപ്ലവഗാനങ്ങൾ ചൊല്ലാൻ കഴിയും എന്ന് മാഷ് തെളിയിക്കുകയാണോ? അത് ആ കാലഘട്ടത്തിലെ ബോധ്യം അങ്ങനെയാണല്ലോ, അതിനനുസരിച്ചിട്ട് മാറുമല്ലോ. മനോനില, RSS എന്ന് പറയുന്നത് മനോനിലയാണ്. ആ മനോനില പാർട്ടി മാറുമ്പോൾ മാറുന്ന ഒന്നല്ല. ഇപ്പോൾ ശ്രീ B ഗോപാലകൃഷ്ണൻ താങ്കളെ പറ്റി പറയുന്നത് കേൾക്കാം. എനിക്ക് നന്നായിട്ടറിയാം OK വാസു മാഷിന്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ, മനസ്സും നമ്മുടെ പോലെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് നന്നായി. അധിക വർഷം മുമ്പല്ല, അങ്ങനെയാണോ? ശരീരം മാത്രമേ CPM-ലുള്ളോ? അല്ലല്ല, മനസ്സിൻ്റെ ഇഷ്ടത്തോടു കൂടി ആണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളോടൊക്കെ ചെയ്ത ചില പാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSS-നോടുള്ള ആ ആഭിമുഖ്യം മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെയാണ്
ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും CPM വന്നത്. അപ്പോൾ വന്നിട്ടിപ്പോൾ 10 വർഷമാകാൻ പോവാണ്. ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഓക്കെ വാസു, ഇവിടെ ഈ പരിപാടി താങ്കളുടെ മകനെ BJP ക്ഷണിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ BJP തിരികെ പോകുന്ന പരിപാടിയായിരുന്നു തോന്നുന്നു. താങ്കളുടെ മകന് താങ്കളുടെ ഒരു രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാവുന്നില്ല, അങ്ങനെയുണ്ടോ? ഇല്ല, അത് അവർ ക്രിയേറ്റ് ചെയ്തൊരു പരിപാടിയാണ്. ആ, അതായത് ഞാൻ പോയതുകൊണ്ട് എൻ്റെ കൂടെ കുറേ ആൾ വന്നല്ലോ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആൾ പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു നാടകം മാത്രമാണത്. പക്ഷേ താങ്കളുടെ മകൻ തന്നെ ആയിരുന്നു അത്. മകൻ തന്നെയാണ്. മകനെ അത് പലതരം തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ട് ചെയ്ത പരിപാടിയാണ്. ആ കൂട്ടത്തിൽ ഒരു ലേഡിയും അതേപോലെ തന്നെ ഒരു കുട്ടീനെല്ലാം കാണും, ഒരു പെൺകുട്ടിയിൽ. അതെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്, എൻ്റെ കുടുംബത്തിലല്ല. എൻ്റെ കുടുംബത്തിലുള്ള മകനേ ഉള്ളൂ. മകനെ അവർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ട് എനിക്കെതിരായിട്ട്. അല്ല, അവിടെയൊക്കെ അവിടെ നിന്നല്ല, എല്ലായിടത്തും ഒരു കുടുംബത്തിൽ പല രാഷ്ട്രീയങ്ങളും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. താങ്കളുടെ മകൻ ഇപ്പോൾ ഏത് പക്ഷത്താണ്? CPM പക്ഷത്താണോ BJP RSS പക്ഷത്താണോ? RSSന്റെ പക്ഷത്ത് തന്നെയാണ്. അന്നും RSS കാരനാണ്. അന്ന് RSS. അപ്പൊ അതിലൊരു സങ്കടമോ വേദനയോ ഒന്നുമില്ല? ഇല്ല, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമില്ല. അതിൻ്റെ നമുക്കിപ്പോൾ ഒരു അല്ല, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമില്ല? ഇല്ലല്ലോ, ശ്രമിച്ചിട്ടില്ല. കാരണം അത് പ്രായപൂർത്തിയായ ഒരു മകനാണ്, മൂത്ത മകനാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമല്ലോ. കാരണം ഞാനടക്കം അവരെല്ലാവരും ഒരു പ്രസ്ഥാനത്തിലായിരുന്നല്ലോ ആദ്യം. അതെ. അപ്പോൾ ഞാൻ രാജിവെക്കുന്ന സമയത്ത് മകൻ നാട്ടിലുണ്ടായിരുന്നില്ല, അവൻ ഗൾഫിലായിരുന്നു. വന്നതിന് ശേഷം അവനെ കൊണ്ടുവന്നിട്ട് ഒരു നാടകം, വേറെ ഒരു സ്ത്രീയെല്ലാം കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയുള്ള ഒരു നാടകമാണ് എനിക്കെതിരായിട്ട് കൊണ്ടുവന്നത്. അത് മകനോട് സംസാരിച്ചിട്ടുണ്ടോ മാഷ്? ഞാൻ സംസാരിച്ചില്ല. അവരെ പണക്കമുണ്ടോ? ഇല്ല, പണക്കമൊന്നുമില്ല, എൻ്റെ കൂടെ തന്നെയല്ലേ. ഇപ്പോൾ താങ്കളുടെ പഴയ BJP കാലത്ത് ഇപ്പോൾ 46 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത് വലിയ രാഷ്ട്രീയ ചരിത്രമാണ്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ ചോര കലിച്ചൊരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സമയം കൂടിയാണ്. താങ്കൾ BJP ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന സമയമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര അവിടെ ഉണ്ടായി. ഇപ്പോൾ ഭാഗ്യം ചില ചർച്ചകളുണ്ടാവും, അത് നിൽക്കുന്നു. കേരളം ആഗ്രഹിച്ച ഒരു തീർപ്പാണ്, ഒരു നീപ്പാണ് ആ കൊലപാതക പരമ്പരയ്ക്ക് ഉണ്ടായത്. അക്കാലത്തെ CPM പ്രവർത്തകർ അല്ലെങ്കിൽ ആ കൊലപാതകങ്ങളിൽ ആ രാഷ്ട്രീയ ചോര താങ്കളുടെ കൈകളില്ല എന്ന് ആത്മാർത്ഥ പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറയാൻ. കാരണം ഞാൻ ആയിട്ട് ഒരു പ്ലാനോ അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശപ്രകാരമോ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. എല്ലാം ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു പാവഭാരം ഏറ്റെടുക്കേണ്ട ഒരു എന്നുള്ള നിലക്ക് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ സമാധാന കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അന്നേരം പോയിട്ട് പറയുന്നല്ലാതെ മറ്റ് കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോഴും BJP അല്ല യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം മറ്റേ സംഘടന തന്നെയാണ്. എങ്കിലും BJPയുടെ ജില്ലാ അധ്യക്ഷനായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഈ പറഞ്ഞ കൊലപാതകങ്ങൾക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, വിശ്വസിക്കണം. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 98 വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അതെ. ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ചീഫ് ഏജൻറ്റ് KT ജയകൃഷ്ണനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് തീയതി അടുക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ സമയം ഇങ്ങനെ പോകുന്ന സമയത്ത് വടകര ഈ ഒരു ഇലക്ഷൻ കമ്മിറ്റി നടക്കുന്നു. ചീഫ് ഏജൻറ്റ് ജയകൃഷ്ണൻ പരിപാടി പങ്കെടുക്കുന്നു. അന്ന് തിരുവോണം ഉള്ള ദിവസമാണ്. തിരുവോണം നാളിലാണ് P. ജയരാജൻ്റെ വീട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അതെ. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത്. ഇപ്പം ഞാനെന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ എങ്ങനെയെങ്കിലും പെട്ടുകൊണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ലല്ലോ. കാരണം പാർട്ടിക്ക് വേണ്ടത് വോട്ടല്ലേ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വോട്ട് കൂടുതൽ കിട്ടേണ്ടിയിട്ടില്ലേ അന്ന് ജയിക്കാനല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതിലെ ഉള്ളുകളികളൊക്കെ അറിയേണ്ട ഒരാളാണ് അല്ലേ. ഇപ്പൊ ഞാൻ BJPയിലെയും ഇനി ഈവൻ RSSലെയും ഒക്കെ അതിന്റെ അകത്ത് നടക്കുന്ന എന്താണ് എന്ന് അറിയേണ്ട ഒരാളാണ്. ഇപ്പൊ അത് തുറന്ന് സമ്മതിക്കാൻ അങ്ങേക്ക് പ്രയാസമാണെങ്കിലും ഓക്കെ, പക്ഷെ അത് അറിയേണ്ട ആളാണ്. അതിനെപ്പറ്റി ഒരു P. ജയരാജൻ ആ സംഭവത്തെക്കുറിച്ച് അറിവേ ഇല്ല എന്ന് മാഷ് പറയുക. തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അറിവോട് കൂടിയിട്ട് പോയിട്ട് വിട്ടു ആൾക്കാർ. അതൊക്കെ RSS ചെയ്ത പരിപാടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരാ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് തോന്നിയ പോലെ ചെയ്യും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതൊരു പാർട്ടി ആയാലും ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യത്തിന് പോകില്ലല്ലോ. അല്ല, അങ്ങനെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന സമയവും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പം എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്നുണ്ട്. അതെ. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ 100% ആത്മാർത്ഥതയോടെ ഞാൻ പറയുന്നു, സത്യസന്ധമായി പറയുന്നു, എൻ്റെ പ്ലാനിലോ എൻ്റെ നിർദ്ദേശത്തിലോ ഒരു സ്ഥലത്തും ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ആരെയും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ P. ജയരാജൻ നേരെ ഉണ്ടായ പുതിയ വധശ്രമമാണ്. അത് അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. വധശ്രമത്തെക്കുറിച്ച് മാഷ് അറിയുന്നത് എപ്പോഴാണ്? വധശ്രമത്തെക്കുറിച്ച് അന്ന് തന്നെ അറിയുന്നില്ലല്ലോ. അന്ന് തന്നെ അറിയുന്നുണ്ടല്ലോ. കാരണം ഞങ്ങളെ വീട് അടുത്തടുത്താണല്ലോ. അതെ, അറിയല്ലോ. ഒരേ പാനൂരെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബാക്കി എല്ലാവരും അറിയുന്ന കൂട്ടത്തിൽ BJP ജില്ലാധ്യക്ഷൻ അറിഞ്ഞു, അങ്ങനെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും അറിയുന്ന കൂട്ടത്തിലാണ് മാസം അറിയുന്നത്. അറിഞ്ഞത് അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് എന്താണ് അങ്ങേക്ക് പാർട്ടി നൽകുന്ന RSS നിർദ്ദേശം എന്താണ്? മാറി നിൽക്കണം എന്ന നിർദ്ദേശമുണ്ട്? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ല ഈ സംഘടനയിൽ നടക്കുന്നത്. ഇപ്പോൾ BJPക്കാർ ഇപ്പോൾ പോയി പിന്നെ സമാധാന കമ്മിറ്റിയിൽ ഇരിക്കും. പക്ഷെ BJPക്ക് ഉറപ്പ് കൊടുത്താൽ ആ ഉറപ്പ് പാലിക്കാൻ BJPക്ക് സാധ്യമല്ല. കാരണം മറ്റ് രണ്ട് സമയം, അതാണ് ഞാൻ അന്ന് രാജിവെക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഒരു ആനയും രണ്ട് പാപ്പാമാരാണ് അതെ ഈ പ്രസ്ഥാനം. അപ്പോൾ ഒരു പാപ്പാൻ ഇടത്തോട്ട് നടക്കുമ്പോൾ പറയുമ്പോൾ മറ്റേ പാപ്പാൻ വലത്തോട്ട് നടക്കുമ്പോൾ പറയും. തോട്ടി RSSന്റെ കയ്യിലാണ്. തോട്ടി RSSന്റെ കയ്യിലാണ്. അപ്പം പിന്നെ ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് BJP അറിയിക്കാറുമില്ല, BJP നേതാക്കന്മാരോട് അന്വേഷിക്കാറുമില്ല. അവരെ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് അവർ ഇന്ന സ്ഥലത്താണുള്ളത്, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിവരവും കൊടുക്കാറില്ല. നിങ്ങൾ മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി കൊടുക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ റീറ്റാലിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് RSS പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല, അത് BJP പ്രവർത്തകർക്ക് ഉണ്ടാകാം. അത് അധികവും RSSന്റെ ചെയ്തികൾ കൊണ്ട് അതിൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടാകുന്നത് അധികവും BJPക്കാർക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ജയകൃഷ്ണൻ മാസ്റ്ററുടെ സംഭവം, RSS ചെയ്ത ഒരു സംഭവത്തിന് തിരിച്ചടിയായിട്ട് കൊടുത്തത് ജയകൃഷ്ണൻ മാഷ്. ജയകൃഷ്ണൻ മാഷ് കിട്ടാനുള്ള കാരണം എന്താ? ജയകൃഷ്ണൻ മാഷ് എൻ്റെ ചീഫ് ഏജൻ്റാണ് അതെ വടകര പാർലമെൻറ്റ് മണ്ഡലം. അതേസമയം ഈ പി ജയരാജൻ അന്ന് പ്രൊഫസർ പ്രേമജാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി. അതെ. അപ്പോൾ ആ പ്രേമജത്തിൻ്റെ ചീഫ് ഏജൻറ്റ് ജയരാജൻ, OK വാസുവിൻ്റെ ചീഫ് ഏജൻറ്റ് ജയകൃഷ്ണൻ. അപ്പോൾ രണ്ടിലും പേരിലൊരു ചെറിയ സാമ്യത ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ചീഫ് ഏജൻറ്റിനെയാണ് വീട്ടുകാരിയിട്ട് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആർക്കാണ് വരുന്നത്? ചീഫ് ഏജൻറ്റ് ജയകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ആ വധശ്രമം അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചത് KT ജയകൃഷ്ണൻ മാസ്റ്ററാണോ അതോ OK വാസു മാസ്റ്ററാണോ? അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടാർഗറ്റ് നമ്പർ 1 OK വാസു ആണ് എന്ന് അന്ന് കേട്ടിരുന്നു. അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയാൻ പറ്റില്ല. ഞാനാണോ എന്നുള്ള അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിനുള്ള പോസിബിലിറ്റി വേണമെങ്കിൽ ഉണ്ട്. കാര്യം അന്ന് KT ജയകൃഷ്ണൻ മാസ്റ്ററേക്കാൾ ഫയർ ബ്രാൻഡ് OK വാസുവാണ്. അതായിരിക്കും ഞാനന്ന് പ്രസിഡന്റിൻ്റെ സമയത്ത്. പ്രസിഡന്റാണ് RSSന്റെ ഒക്കെയുള്ള ഫയർ ബ്രാൻഡ്. അതായത് കണ്ണൂരെ സംഘരാഷ്ട്രീയത്തിന്റെ മുഖമായി നിൽക്കുന്നത് മാസ്റ്ററാണ്. അപ്പോൾ ടാർഗറ്റ് ഒരുപക്ഷെ മാഷാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതുണ്ടായിരിക്കും. അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചിട്ടില്ല. പിന്നെ ആലോചിച്ചിട്ടില്ല. പക്ഷെ അക്കാലത്തോ KT ജയകൃഷ്ണൻ മാഷ് വധശ്രമം CPM-നെതിരെ അതിഗുരുതരമായ വിമർശനങ്ങൾ, രൂക്ഷമായ പ്രതികരണം OK വാസു മാസ്റ്റർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിഴുങ്ങേണ്ടി വന്നതിൽ ഒരു മനസ്താപമുണ്ടോ? അല്ല, അത് ആ സമയത്തുള്ള പിന്നെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി അതൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലത് വിഴുകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അന്ന് ഞാൻ ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ അന്നത്തെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് ചെയ്യുന്നത്. എങ്കിലും KT ജയകൃഷ്ണൻ മാസ്റ്ററുമായി താങ്കൾക്ക് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. തീർച്ചയായും ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊരു വിങ്ങലായി ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ചേരിമാറ്റം എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു സതീർത്ഥ്യൻ്റെ സുഹൃത്തിൻ്റെ മരണം ഒരു വിങ്ങലായി തീർച്ചയായിട്ടും ഉണ്ട്. അതുമാത്രമല്ല, പന്ന്യന്നൂർ ചന്ദ്രൻ്റെതുണ്ട്. ഈ പന്ന്യന്നൂർ ചന്ദ്രനും കൊല്ലപ്പെടുന്നത് ഇതേപോലത്തെ ഒരു സംഭവത്തിലാണ്. അതായത് ചൊക്ലിയിൽ വെച്ച് മാമൻ ബാസുവിനെ കൊലപ്പെടുത്തും. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ BJPക്ക് നല്ല വളർച്ച ആ പാനൂർ തലശ്ശേരി മേഖലയിൽ ഉണ്ടാകുന്ന സമയത്താണ്. ഒരു സംഘർഷമില്ലാത്ത സമയത്താണ് മാമൻ ബാസു കൊല്ലപ്പെടുന്നത്. രാവിലെ ഒരു 8 മണി സമയത്ത് ചൊക്ലി ടൗണിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കിട്ടുന്നത് പന്ന്യന്നൂർ ചന്ദ്രനാണ്. പന്ന്യന്നൂർ ചന്ദ്രൻ അന്ന് BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ജയകൃഷ്ണൻ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പാതകത്തിനും ബലി നൽകേണ്ടത് BJPയുടെ ആളുകളാണ്. KT ജയകൃഷ്ണൻ മാസ്റ്റർ അങ്ങനെ കൊല്ലപ്പെടേണ്ട രീതിയിൽ ഒരു അപരാധം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അപരാധം ചെയ്താലും കൊല്ലപ്പെടണം അർത്ഥത്തിലല്ല. എങ്കിൽ കൂടിയും KT ജയകൃഷ്ണൻ മാസ്റ്റർ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. ഒരു ഇടപാടുണ്ടായിട്ടില്ല. അയാൾ പ്രസംഗിക്കും, അത്രമാത്രമേ എൻ്റെ അറിവിലുള്ളൂ. മറ്റുള്ള കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ സതീർത്ഥനാണ്, താങ്കളുടെ ആത്മബന്ധമുള്ള ആളാണ്. ഇപ്പോഴും KT ജയകൃഷ്ണൻ മാസ്റ്ററെ പറ്റി ഓർക്കുമ്പോൾ താങ്കളുടെ ഉള്ളിൽ CPM-നെതിരെ ഒരു രോഷം പതഞ്ഞു വന്നു, പുറത്തു പറയാൻ കഴിയില്ലെങ്കിലും? അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ ഒരു അധ്യായമാണ്. അതിന് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് രോഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. താങ്കളത് അന്ന് നടത്തിയൊരു ചെറിയ പ്രതികരണം നമുക്കൊന്ന് കാണാം. ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിൻവലിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം എന്താണ് എന്നുള്ളതും നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ PK കൃഷ്ണദാസ് ഇടപെട്ടിട്ടുള്ള കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്ന എന്ന ധ്വനിയാണ് താങ്കൾ നടത്തിയത്. പിന്നെ അതിനെപ്പറ്റി താങ്കൾ അധികം പറഞ്ഞു കേട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് താങ്കൾക്ക് പോയുള്ളൂ? അതന്ന് പറഞ്ഞല്ലോ, പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ജയകൃഷ്ണൻ മാഷ് കേസിൽ അപ്പീൽ കൊടുക്കേണ്ടത് അന്ന് പാർട്ടിയോ RSS ഏറ്റെടുത്താണല്ലോ. അതെ. അപ്പോൾ അവരതിന് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അതിന് ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ കേസിൽ വേറൊരു വിധി ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാകും അന്ന് കൃത്യമായി ചെയ്യാതിരുന്നത് എന്നാണ് താങ്കളുടെ ഇപ്പോഴത്തെ ബോധ്യം? അതെന്തുകൊണ്ടാണ് അതിനുള്ളിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. CPM ഡീലൊന്നും ഉണ്ടായോ? ഡീലൊന്നും ഉണ്ടായിട്ടില്ല.
അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പി കെ കൃഷ്ണദാസ് അത്തരത്തിൽ പെരുമാറേണ്ട കാര്യം? എന്താണെന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾക്ക് ദുരൂഹമായിട്ടാണ് ആ സംഭവങ്ങൾ നിൽക്കുന്നത്. കെ ടി ജയകൃഷ്ണ മാസ്റ്റർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 46 വർഷത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറിയ കാലയളവേ അല്ല. അത് ഈ പറയുന്ന അതിൻ്റെ ഏറ്റവും ശൈശവാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് താങ്കൾ തന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു നാൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ബോധ്യമാറ്റത്തിൽ നിന്നുണ്ടായതാണോ, പ്യുവർലി സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായതാണോ? മാസ്റ്റർ, ഒരു 75% സംഘടനാ പ്രശ്നങ്ങളാണ്. പിന്നെ 25% ബോധ്യത്തിൽ നിന്നാണ്, രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന്. സംഘടനാ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും രൂക്ഷമായത്? ഇപ്പോൾ താങ്കൾ അവിടുത്തെ ആ സമയത്ത് ഏറ്റവും ടോപ്പ് BJP നേതാവാണ്. ആ സമയത്ത് ഏറ്റവും RSS ദേശീയ നേതൃത്വമായൊക്കെ അടുത്ത് ഏത് സമയം ഇടപെടാൻ കഴിയുന്ന RSSന്റെ ഒരു ഹാർഡ് കോർ പ്രവർത്തകനാണ് ആ സമയത്ത്, അല്ലെങ്കിൽ ഹാർഡ് കോർ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ് താങ്കൾ. എന്തുകൊണ്ടാണ് ലോക്കലിൽ ഉണ്ടായ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ കഴിയാതെ പോയത്? അല്ല, ഞങ്ങൾ ഈ പാർട്ടി വിടാനുള്ള എടുത്ത തീരുമാനം അത് ഞങ്ങളെ കൊണ്ടുണ്ടായതല്ല. അതായത് അന്നത്തെ BJPയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന് പേരിൽ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. കുടുംബം തന്നെ കലങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ അത് സായാഹ്ന പത്രങ്ങളിൽ വാർത്ത വന്നു. അത് കൂടാതെ ഈ പറയപ്പെടുന്ന സ്ത്രീയെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് ഭർത്താവ് മർദ്ദിക്കുന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ കൂടുതൽ ഇത് വഷളാകുന്നതിന് മുന്നേ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാർ പി കെ കൃഷ്ണദാസ് അടക്കം കണ്ണൂരിൽ വന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, വാസ്തവമാണെന്ന് ഞങ്ങൾക്കറിയാം, അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ഞാനടക്കം 4 മുൻ ജില്ലാ പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തി. അതിൽ MK ശശീന്ദ്രൻ മാഷുണ്ട്, അതുപോലെ തന്നെ കരുണാകരൻ മാഷുണ്ട്, PK വേലായുധനുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ സംഭവം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ BJPയുടെ പഞ്ചതത്വങ്ങളുണ്ട്. BJP മെമ്പറാകുന്ന സമയത്ത് അടിസ്ഥാനമായിട്ട് പഞ്ചതത്വങ്ങളുണ്ട്. അതിൽ ഒന്ന് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ നേതാക്കൾക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതുമയല്ല. അന്നും പുതുമയല്ല, ഇപ്പോഴും പുതുമയല്ല. ഇപ്പോൾ താങ്കൾ പറയുന്നത് ഈ പറയുന്ന BJP ജില്ലാ പ്രസിഡന്റ് ഒരു മഹിളാ മോർച്ച സെക്രട്ടറിയുമായിട്ടുള്ള എന്തോ വഴിവിട്ട ബന്ധം എന്ന് പറയുന്ന വൈയക്തമായ ഒരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ആ വിഷയം താങ്കളുടെ ചേരുമാറ്റത്തിനൊരു കാരണമായി എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രശ്നം അന്വേഷിച്ചു, ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ് BJP എങ്കിൽ ആ മൂല്യാധിഷ്ഠിത പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഇദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ളതും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നീക്കണം എന്നും ഞങ്ങൾ ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളോട് പാർട്ടി ചിറ്റമ്മ നയങ്ങൾ പിന്നീട് നടന്ന പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും മാറ്റി നിർത്തപ്പെട്ടു, സ്ഥാനങ്ങൾ തരാൻ. ആ സമയത്ത് ഞാൻ ദേശീയ കൗൺസിൽ അംഗമാണ്. അപ്പോൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊരു വേദി ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി, നമോ വിചാർ മഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സംഘടന അതിൻ്റെ ഓരോ നിയോജകമണ്ഡലങ്ങളിലും യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പാനൂരിലെ കൺവെൻഷൻ ഹാളിൽ കയറി മർദ്ദനമുണ്ടായി. ഞങ്ങളെ കൂട്ടമായി മർദ്ദിച്ചത്. താങ്കൾക്ക് മർദ്ദനമേറ്റു? മർദ്ദനമേറ്റു. അപ്പോൾ അവിടെ 100 പഴയകാല പ്രവർത്തകന്മാരും 100ലധികം ആൾക്കാരുണ്ട്. ഒരു ഹാളിലാണ്, വ്യാപാരി ഹാളിലാണ്. ആ ഹാളിൽ യോഗം തുടങ്ങുന്ന സമയത്ത് സ്വാഗത പ്രസംഗം അശോകൻ ചെയ്യുമ്പോഴാണ് പുറമേയുള്ള പാനൂർ മേഖലയിലുള്ള ആളല്ല, തലശ്ശേരി അതുപോലുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഇറക്കിയിട്ട് RSSൻ്റെ നേതാക്കന്മാർ ഈ ഹാളിൽ കയറി മർദ്ദിക്കുന്നത്. ആ മർദ്ദനം പ്രായം ചെന്ന ആളുകൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അശോകൻ്റെ തലക്ക് ഇരുമ്പ് വടി കൊണ്ട് അടികൊണ്ടു. 7 തുന്നാണ്, ഈ സ്റ്റിച്ചാണ് വന്നത്. അപ്പോൾ ഈ ഞങ്ങൾക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ട്, കുറേ പരിക്ക് പറ്റിയ ആൾക്കാരുണ്ട്. ആ സമയത്ത് അശോകനെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഈ അടിക്കാൻ നേതൃത്വം കൊടുത്ത ആൾക്കാരും ഇവരൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് റോഡിൻ്റെ മറുഭാഗത്ത് നിന്നിട്ട് വലിയൊരു കാഴ്ച കാണുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആസ്പത്രി കിടന്നപ്പോൾ ഒരു BJP നേതാവ് ഞങ്ങളെ വന്ന് സന്ദർശിച്ചില്ല. ഇന്നത്തെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ, അന്ന് അദ്ദേഹത്തിൻ്റെ വീട് അതിൻ്റെ അടുത്താണ്, അദ്ദേഹം മാത്രമാണ് ഞങ്ങളെടുത്ത് വന്നത്. ബാക്കി ആരും വന്നിട്ട് ഈ സംഭവത്തെ അന്വേഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തം മനസ്സിലായി ഇത് RSSൻ്റെ കാര്യാലയത്തിൽ ഈ ക്രിമിനലുകളെ വിളിച്ചിരുത്തി പ്ലാൻ ചെയ്ത് ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് അയച്ച് ഞങ്ങളെ തല്ലി ചതച്ചതായിരുന്നു. അപ്പോൾ ആ സംഭവത്തെ അശോകൻ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്.
അപ്പോൾ അങ്ങനെ ഇത്ര കാലം പ്രവർത്തിച്ചൊരു സംഘടനയിൽ, ഇത്രയധികം കഷ്ടപ്പെട്ട് കാലത്ത് പ്രവർത്തിച്ച സംഘടനയുള്ള ഞങ്ങൾ ഒരു തെറ്റ് പാർട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഒരു നോട്ടീസ് തരണ്ടേ? നിങ്ങൾ ഇന്നേ കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പേരിൽ നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്ന് പറയണ്ടേ? ഒരു ഷോക്കോസ് നോട്ടീസ് വേണ്ടേ? അത് തന്നിട്ടില്ല. മാത്രമല്ല ഏതൊക്കെ ഒരു നേതാക്കന്മാരെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടില്ല. ഈ ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് അടിയാണ്. അപ്പോൾ ലോകത്തിൽ ഒരുപക്ഷെ ഒരു പ്രസ്ഥാനത്തിലോ അടിച്ചിട്ട് ഒരാൾ പുറത്താക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ വാസു, താങ്കൾ പറഞ്ഞു വരുന്നത് സംഘടനാ പ്രശ്നങ്ങളെ ഞാൻ പറയുന്നത് ഇത് BJP യിലെന്നല്ല, ഏത് പാർട്ടിയിലും ഉണ്ടാകാനിടയുള്ള ഒരു സംഘടനാ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാവും, വിമത ഗ്രൂപ്പ് യോഗം ചേരാം, അവിടെ കയറി തല്ലാം, അതിന്റെ പുറത്തേക്ക് വരാം. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ സംഘപാളയം വിട്ട് CPM പാളയത്തിലേക്ക് എത്താനുള്ള കാരണം സംഘടനാ പ്രശ്നം മാത്രമാണെന്നാണ്. അതിന് യാതൊരു സംഘടനാ പ്രശ്നം മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ പോക്കിന്റെ അപജയം, RSS BJPയുടെ ആ കാലഘട്ടത്തിൽ പോകുന്ന അതിൻ്റെ പോക്കിൽ യാത്രയിലുള്ള ചില പാളിച്ചകളും അപജയങ്ങളും 46 കൊല്ലക്കാലം ഞങ്ങൾ ഇതിനെ പ്രവർത്തിച്ചതിൽ ഇത് ഇങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ എന്നുള്ള ഒരു മനോദുഃഖത്തോടു കൂടിയാണ് ഞങ്ങൾ പിരിയുന്നത്. ഞങ്ങൾ 6 വർഷം പാഴായിപ്പോയി. അതെ, തീർച്ചയായിട്ടും. അക്കാലത്ത് താങ്കളുടെ ഒരു പ്രതികരണം ഈ പറഞ്ഞ നമോ വിചാർ മഞ്ചിന്റെ സമയത്താണ്. കേൾക്കാം. ഇതുപോലുള്ള കൺവെൻഷനുകൾ ഈ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെമ്പാടും നടക്കും. ഇത് മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് എംജിഎം ഉണ്ടായതുപോലെ BJPയുടെ എംജിഎം ആയിരിക്കും ഈ ചെറുവാഞ്ചേരി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. ആ ഒഞ്ചിയത്തെ സമരനായകൻ TP ചന്ദ്രശേഖരനായിരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല. ചെറുവാഞ്ചേരിയുടെ സമരനായകൻ OK വാസു ആണെങ്കിൽ TP ചന്ദ്രശേഖരന്റെ ഗതി ഉണ്ടാവാതിരിക്കാൻ ഭയന്നുകൊണ്ട് രാഷ്ട്രീയ അഭയം തേടിയതാണ് CPM പാളയത്തിലേക്ക് എന്നാരെങ്കിലും ആരോപിച്ചാലോ മാഷേ? തെറ്റാണ്. അങ്ങനെ ഒരു ഭയം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല. താങ്കൾക്ക് നേരെ ബോംബേറുണ്ടായതിനു ശേഷം? ബോംബേറുണ്ടായാലും ഭയമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാനിത് 16-ാമത്തെ വയസ്സിൽ ഇത് കണ്ട ആളാണ്. പാനൂർ മേഖല അന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ PR-ൻ്റെ കാലഘട്ടമാണ്. ആ PR-ൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് പോരടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്, ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതിനുശേഷം BJPയോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ CPM-നോടും പോരടിച്ച് നിന്നിട്ടുണ്ട്. അപ്പം മരണത്തെ മുഖാമുഖം കണ്ട പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ മരണത്തിനെ പേടിച്ചു പോയതല്ല. എങ്കിലും പ്രാണഭയം ഒന്നുമില്ല. പ്രാണഭയം ഇല്ല. അവർ ചെയ്തോട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ്. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ പിന്നെ അട്ടിമറിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. പ്രാണഭയം എന്നുള്ളത് മനുഷ്യ സഹജമാണ്, ഉണ്ടാവേണ്ടത്. പക്ഷേ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല താങ്കൾക്ക് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പാർട്ടി മാറി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ കാറിന് നേരെ ബോംബറുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ചിന്തയിൽ ചിന്തിക്കുന്ന ഒരു സംഘമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഉറപ്പല്ലേ? അപ്പോൾ ഒരു കൊടിയുടെയോ അല്ലെങ്കിൽ ഒരു ശക്തിയുടെയോ അഭയമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നൊരു ഭയം സ്വാഭാവികമാണ് മനുഷ്യർ. താങ്കൾ തോന്നുന്നു സംഭവിച്ചാലും ഇല്ലെങ്കിലും. ഈ ഞാൻ രാജിവെച്ചതിന് ശേഷം ഒരു 4 തവണയെങ്കിലും എന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ബോംബെറിഞ്ഞു, വണ്ടിക്ക് നേരെ ബോംബറുണ്ടായി, ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരു 3-4-5 തവണ RSSൻ്റെ ഭാഗത്ത് തന്നെ എന്നെ ആക്രമിക്കാനുള്ള, കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ഭീതി മാറിയോ? അല്ലെങ്കിൽ ഇപ്പോഴാ ഭീതിയല്ല, അങ്ങനെ സംഭവിച്ചോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ദൈവം നിശ്ചയതെങ്കിൽ അത് നടക്കുന്ന എൻ്റെ വിശ്വാസം. ദൈവവിശ്വാസം? തീർച്ചയായിട്ടും ദൈവവിശ്വാസിയാണ്. ഓക്കെ വാസു മാഷ്, ഇവിടെ താങ്കൾ CPM-ലേക്ക് വന്നപ്പോൾ കിട്ടിയ പ്രത്യുപകാരമാണ് മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം എന്ന രാഷ്ട്രീയപരമാണ് ഒന്നുണ്ടായിരുന്നു. അതങ്ങനെയായിരുന്നോ? അല്ല, അത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഞങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചിട്ടാണ് വന്നത്. അത് ഒരുപക്ഷെ കേരളത്തിൽ CPM-ൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ ഒന്നിച്ച് CPM-ലേക്ക് രാജിവെച്ച് വന്ന ചരിത്രമില്ല. അതുപോലെ BJP-ൻ്റെ ചരിത്രത്തിലുമില്ല. ഇത്രയധികം ആളുകൾ ഒന്നിച്ചിട്ട് രാജിവെച്ച് മറ്റൊരു ചരിത്രമില്ല. പാർട്ടി അന്ന് വളരെ ഒരു പ്രതികൂലമായൊരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം ബംഗാളിലും ത്രിപുരയിലൊക്കെ പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെടുന്നു. കേരളത്തിലാണെങ്കിൽ ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകുന്നു. ആ സമയത്ത് ഈ പാർട്ടിയിലേക്ക് ഒരു വലിയൊരു സംഘവുമായിട്ട് ഞാൻ വരുന്നത് പാർട്ടി അങ്ങനെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അല്ല ഇത് അത് CPM-ന്റെ പരമ്പരാഗത തന്ത്രങ്ങളിലൊന്നാണ്. ഇപ്പോൾ ബൂർഷ പാർട്ടികളുണ്ടാകുന്ന അന്തചിത്രങ്ങളെ പരമാവധി മുതലെടുക്കുക എന്നുള്ളത് ഏത് പാർട്ടിയുടെയേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രാറ്റജിയാണ്. കാലങ്ങളായി ചരിത്രപരമായി ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു സ്ട്രാറ്റജിയിലപ്പുറം P. ജയരാജന് താങ്കളോട് സ്നേഹം ഉണ്ടാവേണ്ട എന്ത് കാര്യമുണ്ട്? അല്ല, P. ജയരാജനും ഞാനും തമ്മിൽ യാതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണല്ലോ. രണ്ടാമത്തേൽ ഇവർ പുറത്താക്കി. ഞങ്ങൾ പുറത്താക്കി ഇവരെ അറിയുന്നത് ആശുപത്രി കിടക്കുമ്പോഴാണ്.
ഈ നമോവിചാർ മഞ്ചിന്റെ അതെ, ഇന്ദിരാഗാന്ധി ആസ്പത്രിയിൽ ഞാനും അശോകനും അത് മറ്റുള്ള ആളുകളോട് കിടക്കുന്നുണ്ട്. ആ സമയത്ത് ടി വിയിലാണ് വാർത്ത വരുന്നത്, OK വാസുവിനെയും അശോകനെയും പുറത്താക്കി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി ഒരു അത്ഭുതപ്പെട്ട പാർട്ടിയാണല്ലോ. ഒരു പാർട്ടി പുറത്തുപോയി 2013 ഒക്ടോബർ 28 ഈ അടി നടക്കുന്നത്. അതെ. അപ്പോൾ ആ 28-ാം തീയതി ആശുപത്രി കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ ടി വിയിലൂടെ കാണുന്നത് ബാസുവിനെ അശോകനെയും പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾക്ക് മീഡിയേറ്റർമാർ മുഖാന്തരം വന്നിട്ട് നിങ്ങൾ ഏത് പാർട്ടി പോയാലും BJPക്ക് പ്രയാസമില്ല, പക്ഷേ നിങ്ങൾ CPMൽ മാത്രം പോകാൻ പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് തന്ന ഉപദേശം. അപ്പോൾ ഞങ്ങൾ വെച്ച് എന്താ CPMൽ പോയാൽ ഉടനെ ഞങ്ങൾ നമോവിചാർ മഞ്ചിൻ്റെ പൊതുയോഗങ്ങൾ എല്ലാ സ്ഥലത്തും വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഏത് പാർട്ടി പോയാലും പ്രശ്നമില്ല, പക്ഷേ CPMൽ മാത്രം പോകാൻ പാടില്ല. ഞങ്ങൾ BJPക്കാർ പൈസ കൊണ്ടല്ലല്ലോ ഞങ്ങൾ പ്രവർത്തിച്ച് ഇത്രയും കാലം. അന്ന് കേന്ദ്ര ഭരണവുമില്ല, മോഡിയില്ല, പണവുമില്ല, കുഴൽപ്പണം കൊണ്ടായി കൊടുക്കാൻ ആളുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഞങ്ങളോട് ഇവർ ഉപദേശിക്കുകയാണ് നിങ്ങൾ ഇന്ന പാർട്ടിയിൽ മാത്രം പോകാൻ പാടില്ല. അതിനാരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അതുകൊണ്ട് ഞങ്ങൾ പൊതുയോഗത്ത് പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഈ ഉപദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രം പോകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് തെറ്റ്, തകരാറ് എന്താണ്? ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് കിടന്നുറങ്ങാൻ ഒരു 10 സെൻറ്റിൻ്റെ മണ്ണിൻ്റെ ഉടമസ്ഥരാക്കിയവരെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ BJP ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൊച്ചു കൂര, അന്തി ഉറങ്ങാനൊരു കൊച്ചു കൂര അവർക്ക് നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് അതിൽ മാത്രം പോയിക്കൂടാന്ന് ഇവർ പറയാൻ? അതുകൊണ്ട് അതിലേ പോകുന്നുണ്ടെങ്കിൽ അതിലേ പോകുന്നുള്ളത് തീർത്ത് ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. കെ സുധാകരൻ ഒന്ന് വിളിക്കുന്നുണ്ട്, താങ്കളെ ക്ഷണിക്കുന്നുണ്ട്. കെ സുധാകരൻ വന്നിരുന്നു, ഒന്ന് കണ്ടു. കോൺഗ്രസിൽ വരണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. മാത്രമല്ല താങ്കൾ BJP വിടാൻ പോകുമ്പോൾ ആ തീരുമാനത്തിലേക്ക് പോകരുത് എന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതറിയില്ല, അയാൾ എന്താ ഉദ്ദേശിച്ചെന്നറിയില്ല. BJP വിട്ട് പോകരുത് എന്ന അതെ, അങ്ങനെ പല പാർട്ടിക്കാരും ലീഗുകാരും വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ CPMലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ വീണ്ടും താങ്കൾ ചേരി മാറാനുള്ള കാരണം, രണ്ടാമത്തെ കാരണമായി പറയുന്നത് BJPക്കാർ CPMലേക്ക് പോകരുത്, എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ. ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണോ OK വാസുവാ? അങ്ങനെ രാഷ്ട്രീയത്തിൽ എന്തുമാകാലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ആണല്ലോ. അത് മാത്രമല്ല, അതിന് പ്രത്യയശാസ്ത്ര അടിത്തറയുണ്ട്, നമ്മൾ വിശ്വസിച്ച് വന്ന ഒരു ധാരയുണ്ട്. ആ ധാരയാണ് ഞാൻ പറഞ്ഞ പാവപ്പെട്ടവന് വേണ്ടി ചെയ്തൊരു പാർട്ടി. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ രൂപീകരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് നിസ്തുലമായ പങ്കാണല്ലോ. അത് പാവപ്പെട്ടവന് വേണ്ടിയാണല്ലോ. ആ പാവപ്പെട്ടവരിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ. OK വാസു മാസ്റ്റർ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്ന് താങ്കൾക്ക് ഉറപ്പായ വ്യക്തിപരമായ നേട്ടമാണ്. പക്ഷേ താങ്കൾ അന്ന് CPMനോട് ആ സമയത്ത് പറയുന്നത് താങ്കൾക്കൊപ്പം 5000-ഓളമെങ്കിലും BJP പ്രവർത്തകർ കൊണ്ടുവരും എന്നൊരു അവകാശവാദം താങ്കൾ മുന്നോട്ട് വരും. അത്രയും പേരതാർത്തി വന്നോ? അത്ര കേരളത്തിലുടനീളം വന്നിട്ടുണ്ടല്ലോ. പിന്നീട് അന്ന് 2000-ലധികം ആൾക്കാരുണ്ട്. അതിനുശേഷം പിന്നെ കേരളത്തിൽ പല ഭാഗത്തുനിന്നും വന്നല്ലോ. അപ്പം മുൻ BJP സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ അടക്കം, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും വന്നല്ലോ. നേരെ മറിച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ആവുമായിരുന്നു. കേരളത്തിലുടനീളം ഈ BJP നെടുക പിളർന്നിട്ട് CPMലേക്ക് വരും. താങ്കൾ ആ നരേന്ദ്രമോദിയെ പറ്റി അക്കാലത്ത് പോകുന്നത് കേൾക്കാം. മോദി അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയാകുമ്പോൾ വാസു ജില്ലാ പ്രസിഡന്റായിട്ട് പണം പാരേണ്ട പരിപാടി. പണം ഞാനിങ്ങനെ കണ്ണൂരിലിങ്ങനെ പാരുക മോദി ആരംഭിച്ചു. എന്നാൽ അടൽ ബിഹാരി വാജ്പേയി നയിച്ച കാലഘട്ടത്തിൽ 182 സീറ്റുണ്ടല്ലോ, അത് എക്കാലത്ത് ഏറ്റവും വലിയ സീറ്റാണ്. മോഡിക്ക് കിട്ടിയാൽ എത്ര കിട്ടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഇന്ത്യ രാജ്യത്തിൽ വരാൻ പോകുന്നത് പ്രാദേശിക കക്ഷികളുടെയും ഇടതുപക്ഷത്തിന്റെയുമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷണമൊന്നും ഇതാ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷം ജയിച്ചു. അതിനുശേഷം വീണ്ടും തുടർച്ചയിൽ അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ നരേന്ദ്രമോദിയെ കണ്ട കാഴ്ചയിൽ താങ്കൾക്ക് പിഴവുണ്ടായോ OK വാസുവാഷ്? ഇല്ല, അതിപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളാണല്ലോ. ഇപ്പോൾ അന്ന് ആദ്യം അദ്ദേഹം ജയിച്ചു. അത് ഇന്ത്യ രാജ്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അനൈക്യവും തമ്മിലടിയും കാൽവെട്ടും കൊണ്ടാണ് അന്ന് BJP ജയിക്കുന്നത്. അത് കുറച്ച് മുന്നണി ഉണ്ടാക്കിയിട്ട്. രണ്ടാമത്തെ ജയത്തിൻ്റെ പിന്നിൽ പുൽവാമയാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJPക്ക് പരാജയമാണ്. മെയിൻ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടു. പക്ഷേ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, ഈ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലെ വിജയം മോഡിക്ക് സമ്മാനിക്കുന്നത് ഒരൊറ്റ പുൽവാമ സംഭവമാണ്. അത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ്. സത്യപാൽ മാലിക് പറയുന്നത് ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്ന് പറയുന്നത് താങ്കൾക്ക് അത് നിലപാടുണ്ടോ? സത്യപാൽ മാലിക് പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ടല്ലോ.
അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മാലിക് BJP-കാരൻ തന്നെയായിരുന്നു. ആ നിലപാട് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? തീർച്ചയായും ഞാനന്ന് ആ സംഭവം നടന്ന ഉടനെ സമയത്ത് തന്നെ ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുൽവാമ സംശയിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. അന്യരാജ്യത്തിലെ അല്ലെങ്കിൽ തീവ്രവാദികൾ ആക്രമിച്ചതാണ് എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം. കാരണം ഈ 58 ബസ്സുകൾ കോൺവേ ആയിട്ട് പുൽവാമ എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള ഒരു ബസ്സിലാണ് ഈ കാറ്, സ്ഫോടക വസ്തു നിറച്ച കാർ വന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ ആ ബസ്സിൽ 20 സംസ്ഥാനത്തിലെ 40 പട്ടാളക്കാരുണ്ട്. അപ്പോൾ 20 സംസ്ഥാനത്ത് 40 പട്ടാളക്കാർ, 20 ഉത്തരേന്ത്യയിലെ സംസ്ഥാനമാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടതില്ലേ എന്ന് ആർക്കും സംശയം വരുന്നൊരു കാര്യമാണത്. സൈന്യത്തെ സംശയിക്കലാണ് താങ്കൾ അങ്ങനെയാണെങ്കിൽ? അല്ല, സൈന്യത്തെയല്ല സംശയിക്കുന്നത്, അതിലെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് ആരെയാണെന്നുള്ളത് സമഗ്രമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പോഴും താങ്കൾ അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെ പറയുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കാലയളവിൽ താങ്കളെക്കുറിച്ച് ഒരു ആരോപണം, അതിലൊരു പ്രതികരണം ഒന്ന് കേൾക്കാം. പോലീസ് ഭണ്ഡാരം പൊളിച്ചത് ഞാൻ ബിബി ദിനേശൻ കൂടിയാണ് പൊളിച്ചത്. ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടാണ്. 6 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പൊളിച്ചത്. ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ കൊട്ടേഷൻ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ 6 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം വന്നു. ഇത് കൊട്ടേഷൻ ഒന്ന് ഓക്കെ വാസമാഷാണ് തന്നതിന് കാരണം മടപ്പരയുടെ ഒരു ഭണ്ഡാരത്തിൻ്റെ മടപ്പരയുടെ ഒരു കേസുമായിട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് തിരിച്ചു പിടിക്കേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കൊട്ടേഷൻ ഞങ്ങൾക്ക് തന്നത്. 6 ലക്ഷം രൂപ മൊത്തം കൊടുത്തു തീർത്തോ? അതിന് ലാസ്റ്റ് പറഞ്ഞാണ്ടോ ദേവസ്വം ബോർഡ് തിരിച്ചു പിടിക്കേണ്ടിട്ടെന്നാണ്. ദേവസ്വം ബോർഡ് തിരിച്ചു പിടിക്കേണ്ട, ദേവസ്വം ബോർഡ് പിടിച്ചു കഴിഞ്ഞ അമ്പലല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഈ ഭണ്ഡാരം മോഷ്ടിക്കാൻ പോണു പറഞ്ഞേക്കണോ ആളെ? CPM എന്ന് പറയാൻ പറ്റില്ല, അത് RSS ഉണ്ടാക്കിയ ഒരു നാടകമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ OK വാസു മാസ്റ്റർ വലിയ അഴിമതിക്കാരനാണ്, വലിയ റിയൽ എസ്റ്റേറ്റുകാരനാണ് എന്നൊക്കെയാണ് ഇപ്പോഴും പിന്നെ ഞാനുള്ള സമയത്ത് തന്നെ പറയലുണ്ട്. അത് BJP-യിലുള്ള സമയത്ത് തന്നെ എനിക്ക് പെട്രോൾ പമ്പുണ്ട്, എനിക്ക് മറ്റേ ബാംഗ്ലൂർ ബേക്കറി ഉണ്ട്, വയനാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ട്. അതുകൂടാണ്ട് അവിടുത്തെ പൊട്ടൻകണ്ടി എന്ന് പറയുന്ന ലീഗിൻ്റെ നേതാവുണ്ട്. അയാൾ ഞാനുമായിട്ട് ഷെയറായിട്ട് ദുബായിൽ പിന്നെ ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് ഇവരടിച്ചു വിട്ട് വേറെ പാർട്ടിക്കാരല്ല, മറ്റൊരു പാർട്ടിക്കാർ എന്നെ പറ്റിയിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. PP മുകുന്ദൻ ഈ പറയുന്ന പോലെ നമോ വിചാർ മഞ്ചൊന്നും ആയില്ലെങ്കിലും ദീർഘകാലം അദ്ദേഹം മരിക്കുവോളം ഈ പറഞ്ഞ നേതൃത്വമായി K. സുരേന്ദ്രനുമായിട്ട് അകന്നകം നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ CPM-ലേക്ക് കൊണ്ടുവരാൻ താങ്കൾ ഒരു നീക്കിയിടയ്ക്ക് ശ്രമം നടത്തിയിരുന്നു? ഞാൻ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാഷെ നിങ്ങളെടുത്ത തീരുമാനം ഉചിതമായ തീരുമാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ പ്രായാധിക്യമായി, ഇനിയിപ്പോൾ ഒരു പുതിയൊരു പ്രസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാനോ എന്നെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ സൈലൻ്റായിട്ട് ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ PP മുകുന്ദൻ്റെ അനാരോഗ്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി യങ്ങും യൂത്തുമായിരുന്നെങ്കിൽ താങ്കളുടെ ഉപദേശം കേട്ടുവേണമെങ്കിൽ CPM-ലേക്ക് വന്നേനെ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇന്നത്തെ RSS BJP-യുടെ പോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടവും ദുഃഖവും അമർഷവും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡോ അങ്ങനെ എന്തൊക്കെയോ ചില ചർച്ചകളൊക്കെ അന്ന് കേട്ടു PP മുകുന്ദനെ ബന്ധപ്പെട്ട്. വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടുമായിരുന്നു. ശ്രീ OK വാസു മാസ്റ്റർ, ഇവിടെ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികകാലം എതിരെ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ പിണറായി വിജയനെതിരെ ആവണം, EP ജയരാജനെതിരെ ആവണം, P ജയരാജനെതിരെ ആവണം. ഈ 46 വർഷക്കാലത്തെ രാഷ്ട്രീയം അത് തന്നെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാറുണ്ടോ OK വാസു മാസ്റ്റർ? അതൊന്നും ഓർക്കുന്നില്ലല്ലോ, അത് കഴിഞ്ഞ കാലങ്ങളല്ലേ. എന്ന് പറഞ്ഞാൽ KT ജയകൃഷ്ണമാസ്റ്റർ കാലത്തൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ. അതെ, അത് പറഞ്ഞാൽ വാക്കുകളുടെ പരമാവധിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് P ജയരാജനെതിരെയൊക്കെ. അത് പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികളായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ പറയലോ. ഈ തെയ്യം കെട്ടുന്ന സമയത്ത് തെയ്യക്കാരനുണ്ടല്ലോ, തെയ്യം പിന്നെ ഈ എഴുത്തും ചമയങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ വാള് കിട്ടിക്കഴിഞ്ഞാൽ ഒറിയലോ. അതുപോലെയാണ് ഞങ്ങൾ പിന്നെ രാഷ്ട്രീയ എതിരാളികളാണ്. ഞങ്ങൾക്ക് സ്റ്റേജ് മൈക്ക് തന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഒരു ലിസ്റ്റ് തരും, ഇന്നെന്താ പോലെ ആൾക്കാരെ പറ്റി പറയണം, ഇന്ന് പറയണമെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പറയും. അത്രയേ ഉള്ളൂ രാഷ്ട്രീയം, അത്രയുള്ള രാഷ്ട്രീയ പ്രബുദ്ധത, അത്രയാ പ്രബുദ്ധത ഉള്ളൂ. അത്ര മതി രാഷ്ട്രീയം എന്നാണ്? അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ പല തലമുണ്ടല്ലോ. പക്ഷേ ഈ സംഘർഷവും മറ്റേ ഗ്രാമീണ മേഖലകളിലൊക്കെ ഉള്ള രാഷ്ട്രീയം ഈ രൂപത്തിലാണ്. ഹലോ OK വാസു മാസ്റ്റർ, ഇത് ഒരു നേതൃനിരയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് OK വാസു മാസ്റ്റർ പറയുന്നത്. ഇപ്പോൾ താങ്കൾക്ക് അതിൽ അറിവില്ല എന്ന് പറയുമ്പോൾ പോലും താങ്കൾ ജില്ലാ അധ്യക്ഷരായിരിക്കുന്ന സമയത്ത് ഒരുപാട് CPM പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നേരെ തിരിച്ച് ഈ പക്ഷത്തും താങ്കൾക്കൊരു രക്തഹാരം P ജയരാജൻ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ CPM-ലെ രക്തസാക്ഷി കുടുംബങ്ങൾ താങ്കളെ എങ്ങനെ കാണും എന്നൊരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? കാര്യം എനിക്കത് ആത്മവിശ്വാസം. ഓരോരുത്തരുടെ വീട്ടിൽ നഷ്ടമാകുമ്പോൾ വേദന അവനവൻ്റെ വേദനയാണത്. അതെ,
അപ്പോൾ ഞാനത് പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളുടെ മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി ഇരിക്കുന്ന മറ്റ് നേതാക്കന്മാരെല്ലാം സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറി എന്നോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, സഖാക്കളെ, ഞാൻ നിങ്ങളെ ആരെയും ശാരീരികമായിട്ട് ആരെയും ആക്രമിച്ചിട്ടില്ല. എൻ്റെ നാവ് കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ കൈയടിച്ച് സിന്ദാബാദ് വിളിച്ചിട്ടില്ലേ? അതോടുകൂടി എൻ്റെയും അതുപോലെ തന്നെ സഖാക്കളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ? അവർക്കറിയാം ഞാൻ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പം എന്തുകൊണ്ടാണ് OK വാസു മാസ്റ്റർ KT ജയകൃഷ്ണൻ സമയത്ത് ടാർഗറ്റ് നമ്പർ 1 ആവുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ അത് പറയാനാവില്ലല്ലോ. അത് അന്നത്തെ എതിർകക്ഷീൻ്റെ ആലോചനയായിരിക്കുമല്ലോ, ഇയാൾ അറിഞ്ഞിട്ടാണെന്നുള്ളത്. അതുപോലെ മാവൻ ബാസുവിൻ്റെ സംഭവം പതിന്നൂർ ചന്ദ്രൻ പ്ലാൻ ചെയ്തതാണെന്നാണ് മറുഭാഗത്തന്ന് പറഞ്ഞത്. പക്ഷെ പതിന്നൂർ ചന്ദ്രൻ സത്യത്തിൽ അത് അറിയയില്ല സംഭവം. കാരണം ചന്ദ്രനെ എന്നേക്കാളും RSSൻ്റെ ബന്ധമുള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ പ്രചാരകനായിപ്പോയ ആളാണ്. പ്രചാരകനായിപ്പോയി മടങ്ങി വന്നിട്ട് LICൻ്റെ ഏജൻസിയായി ഈ BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ചന്ദ്രൻ പ്രവർത്തിക്കുന്ന സമയമാണ്. അതും ഞാൻ അന്ന് ഈ പാർട്ടീൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തുണ്ട്. ചന്ദ്രനോട് RSSൻ്റെ നേതാക്കന്മാർ ഒരു സൂചന കൊടുത്ത്, നിങ്ങൾ കൈവേലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ പോകണ്ട കുറച്ച് ദിവസവും. അപ്പം മൂപ്പർ മനസ്സിലാക്കി അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയാൾ ചൊക്ലി പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് ചൊക്ലിയിലാണ്. ആ സംഭവം നടക്കുന്നതിൻ്റെ 3-4 ദിവസം തുടർച്ചയായിട്ട് ചന്ദ്രൻ ചൊക്ലിയിലെ ഒരു ടൈലറെ കടയിൽ, ഭാസ്കരൻ്റെ കടയിലാണ്. മൂപ്പർ ആളുകളെ കാണും. മാവൻ ബാസു ചന്ദ്രനൊക്കെ നല്ല ബന്ധം തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നത് മാവൻ ബാസുവിനെ വിളിച്ചപ്പോൾ ചന്ദ്രനാണ് പ്ലാൻ ഇട്ടത്. ചന്ദ്രൻ അവിടെ വന്നിട്ട് അടുത്ത കടയിൽ പുള്ളിയുണ്ട്. അതാണ് ചന്ദ്രനെ ടാർഗറ്റ് ചെയ്തിട്ട് ചന്ദ്രനെ പിടിക്കാനുള്ള സംഭവം അവിടെ ഉണ്ടായി. OK വാസു, അവസാനം ഒരൊറ്റ ചോദ്യം. ഇപ്പോൾ 46 വർഷം BJPയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ ഏറ്റവും ശൈശവാസത്തിൽ പ്രവർത്തിച്ച ആളെന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ BJPയുടെ ഒരു ഭാവി എന്താണ്? OK വാസു. കേരളത്തിന് BJPക്ക് ഒരു ഭാവിയില്ല. കേരളത്തിൻ്റെ BJPയുടെ ഭാവി എന്ന് പറയുന്നത് ഇന്നത്തെ നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ മറ്റ് പാർട്ടികൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. BJPനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊള്ളാവുന്നൊരു നേതാവ് വന്നാലോ? അന്ന് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇപ്പുറത്ത് പ്രതിപക്ഷത്തുണ്ടാകുന്ന ചില മാറ്റങ്ങൾക്കനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലീഗ് UDF വിടുകയാണെങ്കിൽ, ഇങ്ങേ ഭാഗത്ത് പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. J. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJPക്ക് രക്ഷയില്ല എന്നാണ് നോക്കുക? രക്ഷയില്ല, ഉറപ്പായിട്ട് ഞാൻ പറയും. താങ്ക് യു. OK വാസു മാസ്റ്റർ, വാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി മറുവാദങ്ങളുടെ സമയമാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ. വെൽക്കം ശ്രീ മിഥുൻ. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ OK വാസു മാസ്റ്ററോട് 100% കമ്മ്യൂണിസ്റ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ OK വാസു മാസ്റ്റർക്ക് പറയാം 10 വർഷം അതിന് മതിയായ കാലയളവാണ്, ഞാൻ 100% കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ അത് പറയാതെ ഉള്ളിൽ നിന്നും ഇല്ല, ഞാൻ അത്രയുമായിട്ടില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, 50% കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലപാടുകളിലും രാഷ്ട്രീയ സത്യസന്ധനാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു 50% ഒരു കണക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഭയക്കുന്നു അദ്ദേഹം തിരിച്ച് ഇവിടുന്ന് കണ്ണൂരേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ എല്ലാം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്. കാരണം അദ്ദേഹം BJPയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പിന്നീട് CPMലേക്ക് മാറിക്കഴിഞ്ഞു. ഇത്ര വർഷം CPMൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് CPM ആവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് എവിടെയോ RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒരു ഐഡിയോളജി അല്ലേ എന്ന് പറഞ്ഞാൽ RSSനെ 100% മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാണ് ചോദ്യം. അതോ ഇപ്പോഴും ഉള്ളിൽ ഈ പറയുന്ന ആശയമുണ്ട്, അതുകൊണ്ട് തിരികെ ഒരു മടക്കയാത്ര ഉണ്ടാവുമോ OK വാസു മാസ്റ്റർ എന്തെങ്കിലും? ഇല്ല, ഉറപ്പാണ്. 2012 ആ പൊയിലൂർ മടപ്പുരയിലെ ഭക്ഷണശാലയിൽക്കാർ നടന്നിട്ടുള്ള അക്രമം, എൻ്റെ നേരെ നടന്ന വധശ്രമം, ഈ 2 കാര്യങ്ങളും 2012 തന്നെ ഈ RSSൻ്റെ ഈ ചെയ്തികൾ ഐഡിയോളജിനെ അടക്കം മനസ്സെന്ന് തള്ളി പറഞ്ഞതാണ്. പിന്നീട് പാനൂര് 2014 ആ അടിയോടുകൂടി പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞതാണ്. അതിനുശേഷം BJP നേതൃത്വം താങ്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ? തിരികെ വരണം എന്നാവശ്യപ്പെട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് തയ്യാറായിട്ടില്ല. OK വാസു മാസ്റ്റർ 10-46 വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ OK വാസു മാസ്റ്റർ BJP തിരികെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ CB ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറയുന്നത് പോലെ? അല്ല, ഈ വേദി അദ്ദേഹത്തിനൊരു ഗർവാപ്സി പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. പക്ഷേ OK വാസു മാഷ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്
അക്രമ രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? Yeah. എനിക്കൊന്ന് RSS CPIM സംഘർഷം തുടങ്ങിയത് ഒരു 1978 ശേഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ 1969 മുതൽക്കൊരു 80കളുടെ മധ്യകാലം വരെയുള്ള ഒരു കൊലപാതകത്തിൻ്റെ ലിസ്റ്റ് ഞാൻ മാഷക്ക് വായിച്ചു കൊടുക്കാം. വാടിക്കൽ രാമകൃഷ്ണനിൽ തുടങ്ങി PS ശ്രീധരൻ, V ചന്ദ്രശേഖരൻ 70 കൊല്ലപ്പെടുന്നു, 71 രാമകൃഷ്ണൻ കൊല്ലപ്പെടുന്നു, 73 ശ്രീഭക്തൻ, 73 തന്നെ കരുണാകര കർത്ത, 73 തന്നെ ശങ്കരനാരായണൻ, 74 MT കൃഷ്ണൻ, 1978 പാനുണ്ട ചന്ദ്രൻ, 1978 തന്നെ പന്തക്കൽ പവിത്രൻ, 78 പയ്യന്നൂർ രവീന്ദ്രൻ, K ശ്രീധരൻ, മധുസൂദനൻ, AT രാഘവൻ, ഗോപാലകൃഷ്ണൻ. എന്തായാലും ഭാഗ്യത്തിന് ഈ അപ്പോൾ ലിസ്റ്റിൽ ഇത് എഴുതിയെടുക്കാൻ തന്നെ എനിക്ക് കുറേ ടൈം എടുത്തു. പക്ഷേ എനിക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ലിസ്റ്റിൽ ഇപ്പോഴും വിരാമമാണ്. അപ്പോൾ വീണ്ടും ആ പഴയ ലിസ്റ്റിലേക്ക് പോകേണ്ടതുണ്ടോ? ഇത് കണ്ടിന്യൂസ് ആണല്ലോ, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ വളർച്ചയാണ് അവിടെ ഇതിന് തടയിടുന്നു. അല്ല, മിഥുൻ വിജയകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നേതൃത്വം ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും കൊല്ലപ്പെടരുതെന്ന് എപ്പോൾ തീരുമാനിച്ചോ അപ്പോൾ അവസാനിച്ചു. അപ്പോൾ നിന്നു. അപ്പോൾ അവിടെ ചർച്ചകളുണ്ടായി, ഒരു CM ഉണ്ടായി, മധ്യസ്ഥമുണ്ടായി, അതോടൊരു പരിപാടി കഴിഞ്ഞേ. അപ്പോൾ ഇതൊന്നും വിചാരിച്ചാൽ നിർത്താൻ പറ്റും? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ RSSന്റെ വളർച്ചയ്ക്കും കൂടെ അതിലൊരു പ്രാധാന്യമുണ്ട്. കാരണം RSS ഈ ഗ്രാമങ്ങളിലൊക്കെ തന്നെ RSSും വളർന്നു വരുന്നു. അതിലൊരു കൗണ്ടർ ഫോഴ്സായിട്ട് RSS മാറുമ്പോഴാണ് ഇതിന് പലപ്പോഴും ഒരു എന്താ പറയുക, ഇതിലൊരു ഡിക്ലൈൻ വരുന്നത്. ആ ഡിക്ലൈൻ നമുക്ക് തീർച്ചയായും കാണാൻ പറ്റും. RSSന്റെ ഗ്രോത്തും ഈ പറയുന്ന പൊളിറ്റിക്കൽ മർഡേഴ്സിന്റെ ഡിക്ലൈനും ഏകദേശം ഒരേ സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുൻ ചോദിച്ചത് ഇപ്പൊ KT ജയകൃഷ്ണനെ, അതിന്റെ സത്ത KT ജയകൃഷ്ണനെ കൊന്ന ഒരു പാർട്ടിയിലേക്ക് മനസാക്ഷിക്കുത്തില്ല താങ്കൾക്ക് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ സത്ത. അത് എന്നെ അയച്ചതാണല്ലോ. ഞങ്ങളൊക്കെ അടിച്ച് മർദ്ദിച്ച് പുറത്താക്കി അയച്ചതല്ലേ. ഈ പറയുന്നത് ഒരു പക്ഷേ KT ജയകൃഷ്ണൻ മാഷയുടെ ആത്മാവിന് കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വാസു മാഷോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പറയും. KT ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ട്. KT ജയകൃഷ്ണൻ ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. ഇന്ന് KT ഉണ്ടായിരുന്നെങ്കിൽ വാസു ചിലപ്പം CPM ഉണ്ടാവുമായിരുന്നു. KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തോട് പലതവണ പാർട്ടി കണ്ണൂർ വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നും പലതവണയായിട്ട് അദ്ദേഹത്തിന് വാർണിംഗ് സിഗ്നൽ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ഐഡിയോളജി, അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് മരണത്തെ ഭയപ്പെടാതെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളെ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു വേദിയിൽ വില കുറച്ച് കാണാൻ പറ്റില്ല, അങ്ങനെ പറയാനും പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഐഡിയോളജി വളരെ സ്ട്രോങ് ആയിരുന്നു. അല്ല, മിഥുൻ വിജയകുമാറിനേക്കാൾ ദീർഘവർഷം ഒരുമിച്ച് തീർച്ചയായും. പക്ഷേ ആളാണ് പറയുന്നത്. അത്ര പോലും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ വാസു മാസ്റ്ററുടെ കൂടെ സഞ്ചരിച്ച പല ആളുകളുമായി സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് KT ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഐഡിയോളജിയിൽ വളരെയധികം ഉറച്ചു വിശ്വസിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഐഡിയോളജി വിട്ടൊരു കളിയില്ല. അത് KT ജയകൃഷ്ണ മാസ്റ്റർക്ക് ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ സംഭവമായിരുന്ന ഒരാൾ താങ്കളോട് CPM കൊടുക്കും. അല്ല, ഐഡിയോളജി എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഐഡിയോളജിയിൽ വിശ്വസിച്ച ആൾക്കാർ, ഈ പറയുന്ന ഐഡിയോളജി എത്ര ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്, വലിയ ഉത്തരവാദപ്പെട്ട ആൾക്കാർ. അപ്പം അത് ഐഡിയോളജി ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ KT ജയകൃഷ്ണൻ്റെ സംഭവത്തിൽ പിന്നെ എനിക്കറിയാലോ, ഞാനറിയുന്ന പോലെ ഇദ്ദേഹം അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഐഡിയോളജിയിൽ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അടിക്കുകയും ചെയ്തിട്ട് പുറത്താക്കിയ ചരിത്രം ഏത് സംഘടനയിലാണ്? പുറത്താക്കുന്നതിന് മുമ്പേ നോട്ടീസ് കൊടുക്കണ്ടേ, വിശദീകരണം ചോദിക്കണ്ടേ? അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രാഥമിക നടപടി സ്വീകരിച്ചിട്ടാണോ വാസുവിനെ അശോകനെയും പുറത്താക്കിയത്? ഒരു പറയട്ടെ, ഇവിടെ വാസുമാഷ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വാസുമാഷോട് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വാസു മാസ്റ്റർ നമോവിചാർ മഞ്ച് രൂപീകരിച്ച സമയത്ത് തന്നെ BJPയുടെ പല നേതാക്കളും വാസുമാഷുമായി ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് V മുരളീധരനും PK കൃഷ്ണദാസും അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തോട് സംസാരിക്കുകയും അതൊരു സൊല്യൂഷനിലേക്ക് എത്താനും അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും അതിന് വഴങ്ങാതെ പോയ ഒരാളാണ് വാസു മാസ്റ്ററും ഈ പറഞ്ഞ അശോകനും ഒക്കെ തന്നെ. മാത്രമല്ല ഇവിടെ വാസുമാഷ് CPMലേക്ക് മാറുന്നു അല്ലേ? CPM അദ്ദേഹത്തെ എത്രത്തോളം സ്വീകരിച്ചു എന്ന കാര്യം നമുക്ക് ഇപ്പോഴും ഒരു വലിയൊരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട രവീന്ദ്രൻ്റെ കുടുംബത്തെ ഇദ്ദേഹം സന്ദർശിക്കാൻ ചെന്നപ്പോൾ രവീന്ദ്രൻ്റെ കുടുംബം അദ്ദേഹത്തെ അവിടെ കയറാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, വാസുമാഷ് വേണേൽ പറയാം. പക്ഷേ അങ്ങനെയുള്ള എതിർപ്പ് അദ്ദേഹത്തിന് CPMന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എങ്ങനെ CPMായിട്ട് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ആവാൻ സാധിക്കുക? ഈ ഒരു ഐഷമുണ്ട്. മാഷെ, നമ്മൾ നേരത്തെ പറയുന്നത് രവീന്ദ്രന്റെ കുടുംബത്തെ കാണാൻ പോകുമ്പോഴേക്ക് അങ്ങോട്ടേക്ക് മാസ്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നുണ്ട്. ജയിലിൽ കൊല്ലപ്പെട്ട രവീന്ദ്രൻ പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഉന്നുമ്മൽ പഞ്ചായത്ത് കക്കിട്ട് സ്വദേശിയാണ്. ഞാൻ കണ്ണൂർ ജില്ലയാണ്. രവീന്ദ്രൻ ഞാനും തമ്മിൽ വ്യക്തിപരമായിട്ട് ബന്ധമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ രവീന്ദ്രനോട് എനിക്കെന്തിനാ വൈരാഗ്യം ഉണ്ടാകേണ്ട ആവശ്യം? ഞാനെങ്ങനെയാ
ജയിലിൽ രവീന്ദ്രൻ കൊല്ലപ്പെടുന്നത് ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും? രവീന്ദ്രന്റെ കുടുംബത്തിന് താല്പര്യം ഉണ്ടായിരുന്നല്ല മാഷ് അവിടെ ചെല്ലുന്നത്. അല്ല പറയുന്നത് രവീന്ദ്രന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് മാഷ് അവിടെ ചെന്ന സമയത്ത് അത് ഒരു കളവാണ്. രവീന്ദ്രന്റെ പോലും എനക്കറിയില്ല. പോയിട്ടില്ല, വെറും കളവ് പോയിട്ടില്ല. അതല്ല ഇവരുണ്ടാക്കുന്ന കഥയാണ്. ഇവർ പല വണ്ണാരം പൊളിച്ച പോലെ അങ്ങനെ പല കഥകളും ഉണ്ടാക്കും. അങ്ങനെ എന്നെ അവമാനിച്ചിട്ട് രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഇറക്കി എന്നുള്ളത് ഇവരുടെ കഥയാണ്. 101% സത്യം മാത്രമേ ഞാൻ കോടതിയുടെ മുമ്പിൽ ബോധിപ്പിച്ചു. ഞാനിവിടെ ഈ രവീന്ദ്രന്റെ വീട് താങ്കൾക്ക് പറയാനാവോ? ഇത് തീർച്ചയായും ഞാൻ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചതിന് ശേഷം ആളുകൾ പറയുന്നതല്ലേ പറ്റിയ കാര്യം ഞാൻ രവീന്ദ്രന്റെ കുടുംബമായിട്ട് ആളുകള് അതാ പ്രശ്നം. എനിക്ക് OK വാസുവാസ് പറയുന്നത് RSS കാലാകാലങ്ങളായി OK വാസുവാസക്കെതിരെ പടച്ചുവിടുന്ന ഒരു പടപ്പുകളൊന്ന് എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഹാഷ്മി, മാഷ കൂടെ തന്നെ മാഷിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി നിൽക്കുന്ന അശോകൻ, അദ്ദേഹം ഒരു SFI പ്രവർത്തകനായ ചന്ദ്രന്റെ കൊലപാതകത്തിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് CPM-ലേക്ക് വരുന്നതിന് ഈ പറഞ്ഞ ചന്ദ്രന്റെ പെങ്ങൾക്ക് വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. കാരണം ചന്ദ്രന്റെ പെങ്ങൾ അന്ന് കുട്ടിയായിരുന്നു, പിന്നീട് അവർ ടീച്ചറായി, പിന്നെ അവർ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ്. പക്ഷെ അവർക്ക് അശോകൻ ഈ പാർട്ടിയിലേക്ക് വരുന്നതിൽ വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നു. അതും കള്ളമാണോ? ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. എല്ലാം ഇപ്പൊ പോലും ആ കുടുംബങ്ങളിൽ സംസാരിക്കുകയാണെങ്കിൽ അശോകന്റെ സംഭവത്തിൽ കേസ് പ്രതി എന്നുള്ളത് സത്യമാണ്. കേസുണ്ട്. കേസുണ്ട്. പക്ഷെ അശോകൻ അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മാത്രമല്ല അന്നത്തെ കേസ് എന്ന് പറയുന്നത് പാർട്ടിക്കാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് കേസ് വരുന്ന. ഇന്ന് പ്രതികളുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പ്രതി ഇറക്കപ്പെടുന്നത്. അന്ന് രണ്ട് ഭാഗത്തുള്ള പാർട്ടിക്കാരും എഴുതി കൊടുക്കുന്ന ആളുകൾ വന്നു. അങ്ങനെ അശോകൻ ആ സംഭവത്തിൽ ഇല്ല എന്നുള്ളത് CPM-മാർക്ക് അറിയാം. അല്ല, അതൊക്കെ മാഷിന്റെ ന്യായീകരണങ്ങളാണ്. അശോകന്റെ കുടുംബത്തിന് ആ ബോധ്യമുണ്ട്. അശോകന്റെ പെങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട് എന്നാണ്. അശോകന്റെ കൊലപാതകം നടക്കുമ്പോൾ അവർ കുട്ടിയാണ്. ആ സമയത്ത് അവർ കണ്ട പ്രതികൾ അവരാണ് ഈ വിറ്റ്നസ്. അവർ വിറ്റ്നസ്സിൽ ഒരാളാണ്. അശോകന്റെ പെങ്ങൾ വിറ്റ്നസ്സിൽ ഒരാളാണ്, സഹോദരി. അവര് വിറ്റ്നസ്സിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് അശോകൻ പ്രതിയാണ് എന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. അവരത്ര തറപ്പിച്ച് പറയുമ്പോൾ അവർക്ക് അശോകൻ ഈ പാർട്ടിയിലേക്ക് വരുന്നതിൽ താല്പര്യമില്ല എന്ന് അവർ പറയുമ്പോൾ മാഷിന്റെ വാദമാണോ ഞാൻ വിശ്വസിക്കേണ്ടത്, അതോ നാട്ടുകാർ പറഞ്ഞ കാര്യമാണോ? നാട്ടുകാർ പറഞ്ഞാണ്. ഇദ്ദേഹത്തിന്റെ നാട്ടുകാരാരാ? പക്ക RSS-കാർ. ആ RSS-കാർ പറയുന്നത് അല്ലല്ല, ഇത് റെക്കോർഡ് ഈ അശോകൻ ആ കേസിൽ പ്രതിയാണെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാലോ. സംഭവത്തിലുള്ള ആളാണ്. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ മാഷ, അതിൽ അല്ലല്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഞാൻ ഭണ്ണാരം പൊളിക്കുന്നത് ഇവിടെ ഇപ്പോൾ കാണിച്ചല്ലോ. ഭണ്ണാരം പൊളിക്കുന്ന കൊട്ടേഷൻ അത് സത്യ സ്വന്തം സഹോദരിക്ക് അങ്ങനെ കള്ളം അല്ല. ഇത് എന്തും RSS അങ്ങനെ ചെയ്യുന്നതാണിത്. അങ്ങനെയാണ് RSS-കാരനെ ഒരു പിന്നെ CPM-മാരനെ കൊന്ന കേസിലെ പ്രതിയായ അശോകനെ മാലയിട്ടിട്ട് CPM സ്വീകരിക്കും. അത് CPM-ന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം ഞാൻ പറയുള്ളൂ. CPM ആരെയും സ്വീകരിക്കും. CPM ഇപ്പൊ ലീഗിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അവിടെ വൈകാരികമാണ്. അവിടെ കുടുംബങ്ങൾക്കിടയിൽ വൈകാരികമാണ്. രക്തസാക്ഷികൾ അവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയ ഒരാളെ CPM അറിഞ്ഞുകൊണ്ട് വാലായിട്ട് സ്വീകരിക്കും. ഞാൻ ഹാഷ്മി ഒരു കാര്യം ചോദിക്കട്ടെ. OK വാസുമാഷ് എത്രയോ പ്രസംഗങ്ങൾ പോകട്ടെ. ഈ പാർട്ടിക്കാർ നേതൃത്വങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇത് ആര് യഥാർത്ഥത്തിൽ കൊന്നത് കൃത്യമായി അറിയാം. തിരിച്ചു കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ ആ രീതിയിൽ തന്നെയാണെന്ന് പലപ്പോഴും. കേസല്ലല്ലോ അവിടെ. അത് ആ സമയത്ത് ഒരു വേറെ ലോകമാണ്, ഒരു പാരലൽ വേൾഡ് ആയിരുന്നു അത്. അപ്പോൾ CPM-ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു 46 വർഷം RSS-ന്റെയും BJP-യുടെയും ഭാഗമായി നിന്നൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തും, ഇവർ രണ്ടുപേരും കുറ്റക്കാരല്ല, ഇവർക്ക് ഒന്നിലും ഒരു പങ്കുമില്ല, ഇവർ വളരെ നിഷ്കളങ്കരാണ് എന്ന് CPM-ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവരെ അങ്ങോട്ട് ഇൻഡക്ട് ചെയ്തതാണ് ഹാഷ്മി പറയുന്നത്. ഇത്രയ്ക്ക് നിഷ്കളങ്കരാണോ ഹാഷ്മി? നമ്മൾക്കെന്താ ഇവിടുത്തെ പൊളിറ്റിക്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? തീർച്ചയായും ഇദ്ദേഹം അന്ന് എനിക്കൊന്ന് അവിടേക്ക് കൊടുത്തൊരു ഓഫർ എന്താ വെച്ചാൽ, ഈ പറഞ്ഞ നവോവിചാർ മഞ്ചിലുള്ള ആളുകളെല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെ അങ്ങോട്ട് മാറുന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ വാസുമാഷ് സൂചിപ്പിച്ചൊരു കാര്യം, വാസുമാഷ് മാറിയപ്പോൾ അത്രയും ആളുകളെ കൂടെ പോയി, അല്ലെങ്കിൽ ഒരു 100-150 ആളുകളെ കൊണ്ടിട്ടാണ് പോയത്. പക്ഷേ അവിടേക്ക് പോയ 2000 പേര് 2000 പേര് കൂടെ പോയി. ഞാൻ മനസ്സിലാക്കുന്ന 200 പേരെന്നാണ്. 2000 പേര് പോയോ? 2000-ലധികം ആൾക്കാരുണ്ട്. വിചാർ മഞ്ചിൽ ആകെ 500 ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. 2000 പേര് ഇവർക്ക് ഇപ്പൊ എത്രയായാലും അത്രയും അവർ പറയും. കാരണം ഇവരല്ല ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവുമല്ലോ. നമോ വിചാർ മഞ്ചിൽ ആകെ 200 പേരുണ്ടായിരുന്നുള്ളൂ. 500 പേരുണ്ടായിരുന്നു. 200 അതിൽ അല്ല 500 ആളുകൾ ഉണ്ടായിരുന്നു. അതെ, 500 ആളായി. ഞാൻ ആദ്യം പറഞ്ഞ 500 തന്നെയാണ്. 500 ആളുകൾ നമോ വിചാർ മഞ്ചിലുണ്ടായിരുന്നു. അതിൽ വാസുമാഷ് അങ്ങോട്ടേക്ക് CPM-ലേക്ക് മാറുമ്പോൾ 150-200 ആളുകളെയും കൊണ്ടിട്ടാണ് പോയത്. ഈ പറഞ്ഞ 150-200 ആളുകളിൽ നിന്ന് പകുതിയിലേറെ ആളുകൾ തിരിച്ച് BJP-ലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ കാര്യം എന്താ വാസുമാഷ് സൂചിപ്പിക്കാത്തത്? അതെന്തുകൊണ്ട് പറയുന്നില്ല? അതൊക്കെ ഇവരധികം തിരിച്ചു വന്നിട്ട്, ഇൻക്ലൂഡിംഗ് വാസുമാഷിന്റെ മകൻ അടക്കമുള്ള ആളുകൾ തിരിച്ചു വന്നിട്ട്. വാസുമാഷ മകൻ ചേർന്നിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് മാഷും കുടുംബം ഒന്നിച്ച് CPM-ലേക്ക് മാറുന്നു. അല്ല, പിന്നീട് മാഷ് വെച്ചാൽ മകൻ മാത്രമല്ല എൻ്റെ കുടുംബം. എനിക്ക് 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുണ്ട്. പക്ഷേ ഈ പറയുന്ന മകൻ
CPM-ലേക്ക് വന്നതായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ മാഷോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ, മകന്റെ കാര്യം ഇവിടെ ഇരിക്കും. അല്ല, മാഷ് കൂടെ മാറി മകൻ രാജിവെച്ച് വന്നു എന്ന് പറഞ്ഞല്ലോ. ഈ മകൻ എന്റെ കൂടെ CPM-ൽ പ്രാഥമിക മെമ്പർഷിപ്പ് പക്ഷേ ഇങ്ങനെ വന്ന് കള്ളത്തരം പറയാൻ പാടില്ല. കുടുംബപൂർവ്വമായിട്ടും CPM-ലേക്ക് മാറി എന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് മകൻ തിരിച്ചു വരുന്നു. മകൻ അത്ര ആക്റ്റീവ് അല്ല പൊളിറ്റിക്സിൽ, ഇപ്പോഴും ആക്റ്റീവ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകൻ പക്ഷേ അന്നും ആക്റ്റീവ് അല്ല. മകൻ CPM-ൽ വന്നിട്ടില്ല. മകൻ അന്നും RSS-നാണ്, ഇന്നും RSS ആണ്. അദ്ദേഹത്തിന് BJP-യുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? അന്ന് BJP-യുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ആർക്ക്? മകനോ? ആര് പറഞ്ഞ മെമ്പർഷിപ്പ് ഉണ്ട്? മകന് മെമ്പർഷിപ്പ് ഉണ്ടോ BJP-യുടെ? ഇവിടെ ഇല്ല. ഇല്ല. മകന് BJP-യുടെ മെമ്പർഷിപ്പ് ഇല്ല, CPM-ന്റെ മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ ഒന്നടങ്കം ഒരു പാർട്ടിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് മാറുന്നു എന്നല്ല, ഐഡിയോളജി ഷിഫ്റ്റ് ആയി. RSS-നായിട്ട് ഇത് വേണ്ട, BJP-ക്ക് വേണ്ടല്ലോ. RSS മെമ്പർഷിപ്പ് ഇല്ല. RSS പറയുന്നില്ല. അല്ല, മകൻ അന്നും RS ആണ്, ഇന്നും RS ആണെന്ന്, അല്ലാതെ BJP എന്ന് പറയുന്നില്ല. എൻ്റെ ഭാര്യ മാറിയിട്ടില്ല, എൻ്റെ മറ്റു മക്കൾ മാറിയിട്ടില്ല. ഈ മകൻ ഞാൻ രാഷ്ട്രീയം മാറുന്ന സമയത്ത് ഗൾഫിലാണുള്ളത്. വന്ന സമയത്ത് മൂപ്പര് ഒരിക്കലും തന്നെ CPM-ആയിട്ട് ബന്ധപ്പെട്ടില്ല. മൂപ്പർ അന്നും BJP ആയിട്ടും ബന്ധപ്പെടാനില്ല. മൂപ്പർ RS ആണ്, ഇപ്പോൾ RS-ന് അതിൽ വ്യക്തതയുണ്ട്. അതിൽ വ്യക്തതയുണ്ട്. ഓക്കെ. എന്നാൽ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തോടൊപ്പം ആ പാർട്ടിയിലേക്ക് പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ ആളുകൾ തിരിച്ച് BJP-ലേക്ക് വന്നു. അതില്ലാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വന്നൊരു ഒരാളെ പേര്, 5 ആളെ പേര് പറയട്ടെ. ഇയാള് അഞ്ചാളെ പേര് പറയാനും ലിസ്റ്റ് എടുക്കാനും എനിക്ക് അപ്പൊ അത് വേണമെങ്കിൽ ഇതൊരു പേരുകൾ പ്രസിദ്ധീകരിക്കാം. രാജിവെച്ച് എന്റെ കൂടെ വന്ന ആൾക്കാർ ആരും പോയിട്ടില്ല. അല്ലല്ല, OK വാസു മാസ്റ്റർക്ക് ആരൊക്കെയാണ് തന്റെ കൂടെ വന്നത് കൃത്യമായി അറിയാം. അത് പറയാൻ 5 പേരുടെ പേര് പറയാമോ ചോദ്യം ആരും പോയിട്ടില്ലെന്ന്. ഹാഷ്മി 2000 ആളുകൾ എന്ന ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. 2000 ആളുകൾ അവിടെ BJP-ന്ന് ഈ CPM-ലേക്ക് മാറിക്കഴിഞ്ഞാൽ BJP-ക്ക് അവിടെ ഒരു നിലനിൽപ്പുണ്ടാവും. പിന്നെ ഞങ്ങള് അടി കിട്ടുന്നത് ഒക്ടോബർ മാസം 28-ാം തീയതിയാണ്, 2013. ഞങ്ങൾ രാജിവെച്ച് പോകുന്നത് 2014 ജനുവരി 28-നാണ്. ഈ കാലയളവിൽ ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഈ വന്നത് നാളെയാണ് രാജിവെച്ച് പോകുന്നതെങ്കിൽ ഈ 26-ാം തീയതി ഞാൻ പിന്നെ വീട് കൂട്ടിയിട്ട് പോയതാണ്, ഇവിടെ ഇല്ല. 26-ാം തീയതി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ആര്? കൃഷ്ണദാസ്. അപ്പൊ ഞാൻ പറഞ്ഞ കള്ളമല്ല. ആ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ വന്നിട്ട് കൃഷ്ണദാസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ RSS-ന്റെ പ്രാന്തപ്രചാരകൻ സുദർശൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില അന്നത്തെ സംഘടനാ സെക്രട്ടറി വന്നിട്ടുണ്ട്. പിന്നെ അശോകൻ്റെ വീട്ടിൽ പോയത് ജയകൃഷ്ണൻ്റെ അമ്മയെ കൂട്ടിയിട്ട് K. സുരേന്ദ്രൻ അശോകൻ്റെ വീട്ടിലാണ് പോയത്, ജയകൃഷ്ണൻ്റെ അമ്മേനെ കൂട്ടിയിട്ട്. ജയകൃഷ്ണൻ്റെ ഒരു ബലിദാനിയുടെ അമ്മേനെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടാണോ ഒരു രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കേണ്ടത്? അത് സംഘടനാ മിഷനറി ഇല്ലേ പാർട്ടിക്ക്? ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനൊരു മിഷൻ ഈ പാർട്ടിയിലില്ലേ? കൊല്ലപ്പെട്ടു പോയ ഒരു ബലിദാനിയുടെ അമ്മയെ കൂട്ടിയിട്ട് ജയകൃഷ്ണൻ്റെ വീട്ടിൽ രാത്രി പോവാണ്, നിങ്ങൾ നാളെ രാജിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്താ അവർക്ക് മറുപടി കിട്ടിയ അവിടെ? ഇത് അശോകൻ നിഷേധിച്ചു. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതാണ്, അതിന് മാറ്റുന്ന പ്രശ്നമില്ല. OK വാസു മാസ്റ്റർ, അവിടുത്തെ പ്രശ്നം പരിഹരിക്കണമായിരുന്നു, ആത്മാർത്ഥമായിട്ട് അങ്ങേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഡിയോളജിയാണ് ഇത് കാതലെങ്കിൽ ഈ ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഈ ആക്രമിച്ചത്, പരിക്കേൽപ്പിച്ചത്? OK വാസു മാസ്റ്റർ ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നുണ്ട്. ആ ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കയറി ഈ പറയുന്ന ഒരു മതത്തിലും വിശ്വസിക്കാത്ത എന്നുള്ള നിലയ്ക്ക് അവിടെ അതിക്രമം നടത്തിയതിൽ ആഴത്തിൽ മുറിവേറ്റു OK വാസു മാസ്റ്റർക്ക് മുറിവേറ്റൂടെ? അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു കൂട്ടം ആന്റി സോഷ്യൽ എലിമെന്റ്സ് വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണോ അദ്ദേഹത്തിന്റെ ഐഡിയോളജി? ഇത് ഏതെങ്കിലും ഈ പറഞ്ഞ ആളുകളെ സ്പോൺസർ ചെയ്താണോ ആരെങ്കിലും? ഏത് നേതാവ് സ്പോൺസർ ചെയ്താണെ മാഷ അദ്ദേഹത്തിന്റെ പേര് പറയും? എല്ലാ സഹോദര, അല്ല, ഇത് ഞങ്ങളെ മർദ്ദിക്കുന്നത് RSS-ന്റെ നേതൃത്വത്തിലാണ് മാഷെ നേതൃത്വം കൊടുത്തത് അവിടെയുള്ള ആൾക്കാർ തന്നെ. ആരൊന്ന് മാഷ പേര് പറയും? മാഷ പേര് ഒരിക്കലും പറയുന്നില്ല. അത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആര് പേരിൽ? അവിടെയുള്ള RSS-ന്റെ താലൂക്ക് കാര്യമായിട്ടുള്ള വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ആളാണ് വന്നത്. അവര് ഈ കാര്യാലയത്തിൽ അവർ യോഗം ചേർന്നതിന് ശേഷമാണ് ഇവിടെ വന്നടിക്കുന്നത്. അതേപോലെ തന്നെ അമ്പലത്തിൽ നടക്കുന്ന അക്രമവും ഇതേപോലെ തന്നെ RSS പ്ലാൻ ചെയ്തത്. ഐഡിയോളജി നിങ്ങൾ പറഞ്ഞല്ലോ, RSS-ന്റെ ഐഡിയോളജിയിൽ ഏതെങ്കിലും ഒരു അമ്പലത്തുകാരി അക്രമം നടന്നിട്ടുണ്ടോ? കോട്ടെ കാശ്മീരിലെ തീവ്രവാദികൾ അവിടുത്തെ അനന്തനാഗ് ക്ഷേത്രത്തുകാരിൽ ഭക്ഷണശാല ആക്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് അങ്ങനെ സംഭവിച്ചതിന് പേരിൽ എന്ത് നടപടിയാണ് RSS ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്? അല്ല, അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഉണ്ടായിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുകയാണ് ഇത്. ഞങ്ങളെ വർദ്ധിക്കാനുള്ള കാരണക്കാരായിട്ടില്ല. അതായത് മാഷക്ക് നാളെ ഐഡിയോളജി പറഞ്ഞത് ഇപ്പം OK വാസു മാഷിന്റെ ഐഡിയോളജി അട്ടത്ത് വെക്കാനുള്ളതാണെങ്കിൽ RSS-നും അതേ ഐഡിയോളജി അട്ടത്ത് വെച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയും, ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ് OK വാസു മാഷ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കലി വിശ്വസിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും ഈ പറയുന്ന CPIM-ന് മാഷിന് ഇങ്ങനെ ഒരു അനുഭവം നേരിടില്ല എന്ന് ഉറപ്പുണ്ടോ? കാരണം CPM-ന്റെ ഘടകകക്ഷിയായ CPI-യുടെ ഒരു നേതാവിനെ പോലും കണ്ണൂരിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് CPM-ന്റെ ആളുകൾ തന്നെ.
അപ്പൊ അവിടെ നിന്ന് പാർട്ടിയിലേക്കാണോ താങ്കൾ സി പി ഐയിലെ ആളാരും കണ്ണൂർ കൊല്ലപ്പെട്ടിട്ടില്ല. താങ്കൾ 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 ആരാ? ആരാ? മുഴക്കുന്ന് പി ദാമോദരൻ എന്നൊരാള് ആര്? മുഴക്കുന്ന് പി ദാമോദരൻ, മുഴക്കുന്നുള്ള പി ദാമോദരൻ സി പി എം സി പി ഐയുടെ ആളായിരുന്നു. ആ. മുഴക്കുന്ന് പി ദാമോദരൻ സി പി ഐ ആണ്. ഞാനറിയില്ല. അദ്ദേഹത്തെ കൊലപ്പെടുത്തി മനസ്സിലാക്കി. സി പി ഐ എം ആണെന്നാണ് അതേസമയം കേൾക്കുന്ന ഒരു കാര്യം. RSSന്റെ കൈ കൊണ്ട് മാഷക്ക് ലീഗിന്റെ, കോൺഗ്രസിന്റെ, അതുപോലെ തന്നെ ജനതാദളിന്റെ ഒട്ട പട്ടിക ഞാനിവിടെ നടത്തി തരാം. അല്ല, ഞാനിവിടെ ഓൾറെഡി ഒരു പട്ടിക വായിച്ചു കഴിഞ്ഞു. ഒന്നും അറിയില്ല. അല്ല, നേരത്തെ ഒട്ടും മോശമല്ല. അല്ല, ആ പട്ടികയിലെ ആ പട്ടികയുടെ മറുപട്ടികയുണ്ട്. അത് മറുപട്ടിക ഇതിന്റെ എന്നിട്ട് താരതമ്യം ചെയ്യണം. ഇതിന്റെ ഡബിളാണ്. ആ മരണപ്പട്ടിക ഇത് പോണ്ട. ഈ താങ്കൾ പറഞ്ഞത് അത്ര നിഷ്കളങ്കരല്ലെന്ന് അല്ല, സി പി ഐയുടെ നേതാവ് സമാധാനത്തിന്റെ മാലാകപ്രാവുകളല്ല RSS അവിടെ. സി പി ഐയുടെ നേതാവിനെ കൊന്നിട്ടില്ല എന്ന് മാഷക്ക് അറിയില്ല. ഞാൻ ആ പേര് പറഞ്ഞു. മാഷക്ക് ഇപ്പോഴും അല്ല, അത് നമ്മൾ പക്ഷേ മാഷക്ക് സി പി ഐ എമ്മിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് മാഷ് പ്രതീക്ഷിക്കുന്നുണ്ടോ? സി പി എമ്മിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് BJP-യിൽ നിന്നും അല്ലെങ്കിൽ അതൊന്നും ഒരു ചോദ്യത്തിലേക്ക് പോകുന്നത്. കാരണം താങ്കൾ RSSന്റെ കൈകൊണ്ട് അല്ല, CPM മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടത്. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ RSSന്റെ കൈകൊണ്ട് മരിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ. ഓക്കെ വാസ് അവിടെ നിന്ന് CPM-ലേക്ക് വന്നതോടുകൂടി അവിടെ BJP-ക്കോ RSS-നോ കാതലായ ക്ഷീണം ഉണ്ടായോ? ഓക്കെ വാസ് തീർച്ചയായിട്ടും ഉണ്ടായല്ലോ. ഇപ്പോൾ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് എൻ്റെ വാർഡ് കാലാകാലം BJP ജയിക്കുന്ന വാർഡാണ്. 7ാം വാർഡ് തൃപ്പംകുണ്ട് പഞ്ചായത്തിൽ. അത് ഈ പ്രാവശ്യം പരാജയപ്പെട്ടു ഞങ്ങൾ വന്നതിന് ശേഷം. CPM ആണ്. CPM അല്ല, BJP പരാജയപ്പെട്ടു. BJP-ന്റെ സിറ്റിംഗ് സീറ്റ് എത്രയോ കാലമായിട്ടല്ലേ. അതേപോലെ തന്നെ ഇതുവരെ പിന്നെ LDF കൂത്തോർ മണ്ഡലത്തിൽ മുമ്പ് ജയിച്ചിട്ടില്ല CPM-ന്റെ സ്ഥാനാർത്ഥി. ഈ പ്രാവശ്യം ഞങ്ങൾ വന്നതിന് ശേഷം ശൈലജ ടീച്ചറാണ് മത്സരിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് കിട്ടിയുള്ള ഭൂരിപക്ഷം അത് പാർലമെൻറ്റ് ഇലക്ഷനിലും അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷനിലൊക്കെ വോട്ടിൻ്റെ പിന്നെ കണക്കിൽ വന്നിട്ടുള്ള വ്യത്യാസം. അത് ഞങ്ങൾ വന്നതിന് ശേഷം എത്ര കൂടിയിട്ടുണ്ടെന്നുള്ളത് അടുത്ത ഇലക്ഷൻ്റെ ആ ഡയറി എടുത്ത് പരിശോധിച്ചൊക്കെ കാണുന്ന കാര്യം. ഓക്കെ വാസിന്റെ കണക്കുകളുണ്ട്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പാർട്ടി CPIM വിലയിരുത്തിയിട്ടുണ്ട്. ഓക്കെ വാസ് മാസ്റ്റർ കണക്കുകളുണ്ട്. വാസുമാഷ് പാർട്ടി വിടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ 5 or 6 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 13ഓളം ആളുകളായി മാറിയിട്ടുണ്ട്. വാസുമാഷ് പാർട്ടി വിടുന്ന സമയത്ത് കൂത്തുപറമ്പ് 10,000-ഓളമായിരുന്നു വോട്ട് ഷെയർ. ഇന്നത് 22,500 മാറിയിട്ടുണ്ട്. അപ്പം വാസുമാഷ് വിട്ടുപോയത് കൊണ്ട് BJP കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അല്ല, അതിന് 10 വർഷത്തെ കണക്കാണ് പറയുന്നത്. 10 വർഷത്തിൽ സ്വാഭാവികമായി വളരും, അല്ലെ? ഉയർച്ചയുണ്ട്. വളരും, തീർച്ചയായിട്ടും വളരും. അപ്പോൾ അതിലെ നഷ്ടം എന്താണ്? അതിലെ ആ പെർസെൻറ്റേജ് എത്രയായിരിക്കും? അല്ല, ഞാനുള്ള സമയത്ത് തന്നെ 10-9 സീറ്റുകൾ അന്ന് കിട്ടിയിട്ടുണ്ട്. പാനൂർ പഞ്ചായത്തിൽ കോലീബിന്റെ മരണമുണ്ട്. കോലീബി, കോൺഗ്രസ്, ലീഗ്, BJP. അന്ന് BJP-ക്ക് 2 സീറ്റ് പാനൂർ പഞ്ചായത്തിലുണ്ട്, 3 സീറ്റ് കുന്നോത്തൂർ പഞ്ചായത്തിലുണ്ട്, 10 കുന്നിൽ സീറ്റുണ്ട് പാട്യത്ത്. അങ്ങനെ അന്നേ ഉള്ളതല്ലാണ്ട് അതിനകത്തൊരു വലിയ അട്ടിമറി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വോട്ട് കിട്ടുന്നത് അതിവരെ പ്രവർത്തനം കൊണ്ടല്ല. വോട്ട് കിട്ടുന്നത് അധികവും മോഡിയിലെ അങ്ങ് നോക്കിയിട്ട് ഈ വാട്സപ്പും മറ്റേ ഈ ബന്ധങ്ങളും ഉണ്ടല്ലോ, ഈ ഫോണുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ഇവരറിയാത്ത ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവരെ കഴിവുകൊണ്ടല്ല. അതിപ്പോൾ പിന്നെ മകന് താടി രോഗങ്ങൾ 17 വയസ്സാകുമ്പോഴത്തേക്ക് രോഗം വരുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ കഴിവാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാകല്ലേ. അതുപോലത്തെ ഒരു കഴിവെന്നല്ലാണ്ട് പാർട്ടി അങ്ങ് കുതിച്ചു കയറി അങ്ങ് എത്തിയതൊന്നും പറയാനൊന്നും പറ്റൂല. അപ്പോൾ വാദങ്ങൾ പൂർത്തിയാവുന്നു, മറുവാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി ന്യായവിധിയുടെ സമയമാണ്. സർ പ്ലീസ്. ശ്രീ OK വാസു മാസ്റ്റർ എന്നറിയപ്പെടുന്ന OK വാസു, അദ്ദേഹം അരനൂറ്റാണ്ടിനോടടുപ്പിച്ച് BJP-യുമായി ചേർന്ന് നടന്ന ഒരാളാണ്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ BJP-യുടെ നേതാവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഊക്കലിലുള്ള അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അസംതൃപ്തിയോ കൊണ്ട്, അത് പാർട്ടിയുടെ പ്രവർത്തന രീതികളോട് യോജിപ്പില്ലായ്മ കൊണ്ട് നമോ വിചാർ മഞ്ച് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുന്നു. അതിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ചുണ്ടായ ദുരനുഭവം അതൊരു ഇമ്മീഡിയറ്റ് പ്രൊവൊക്കേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് CPM-ലേക്ക് ചൂടുമാറുന്നു എന്നതാണ് ഒരു സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുടിപ്പകയുടെ കളരിപ്പയറ്റിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ്, ഒരു ഭൂമികയാണ് കണ്ണൂരെന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന പോലെ കണ്ണൂരിന് ഒരു വലിയ ദുഷ്പേരുണ്ടായിരുന്നതിൻ്റെ ഇപ്പോൾ ഒരു ഇടവേളയാണ്. ആ ഇടവേള നീണ്ടു പോകട്ടെ, ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ബാക്കി പറയാം. അപ്പോൾ ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ വിളഭൂമി എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ഒരു കാലത്ത്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ BJP അല്ലെങ്കിൽ RSS-ഓ പിന്നെ CPM-ഓ ലീഗോ കോൺഗ്രസ്സോ എല്ലാം ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ കണക്കെടുപ്പിൻ്റെ ഒരു കാര്യമല്ല. ഈ എല്ലാ ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരം പ്രോത്സാഹനവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ പറയുന്നത് പോലെ ഇതൊരു സംസ്കൃതത്തിന് പറയുന്നത് പോലെ ഈ CPM പോലെയുള്ളൊരു സംഘടനയിലേക്ക് താൻ ഒരു അരനൂറ്റാണ്ട് കാലത്തോളം എതിർത്ത, വളരെ സജീവമായി തന്നെ എതിർത്ത ഒരു സംഘടനയിലേക്ക് താൻ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് 75% സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യം തന്നെയായിരുന്നു. അല്ലാതെ അവിടെ
ഈ പറയുന്ന നമ്മൾ ഐഡിയോളജി എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു തൊങ്ങലല്ല കൂടുതലായിട്ട് വരുന്നത്. ഈ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ മിഥുൻ വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ വിഷൻ, വാസു മാസ്റ്റർ പൊളിറ്റിക്കൽ വിഷൻ എന്താണ്, മാത്രമല്ല കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ അദ്ദേഹം എടുത്ത് നിരത്തുകയും ചെയ്തു. തിരിച്ചും അതുപോലെ തന്നെ അത് ഈ പറയുന്നത് പോലെ തന്നെ അത് അവരെല്ലാം ഏത് പാർട്ടികളുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആണെന്നല്ല, എല്ലാ ഭാഗങ്ങളിലും വന്നിട്ടുള്ള ആൾക്കാർ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല നമുക്കിവിടെ ആവശ്യം, ഒരു തരത്തിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന പോസിറ്റീവ് നോട്ടിൽ നമുക്കിത് അവസാനിപ്പിക്കാം. താങ്ക്സ് ലോട്ട്. അപ്പോൾ OK വാസു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ 46 വർഷം നീണ്ട സംഘരാഷ്ട്രീയ ജീവിതം പറയുകയായിരുന്നു. 10 വർഷക്കാലത്തോളം CPM രാഷ്ട്രീയ ജീവിതം പറയുന്നത്. അത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കാലം കൂടിയാണ്. അതൊരു ചോര കല്ലിച്ച രാഷ്ട്രീയ കാലമാണ്. അതിനിടവേള ഉണ്ടാകുന്നു. ഈ പറയുന്നത് പോലെ ആ സമാധാനം ശാന്തമായി, ആ സമാധാനം ശാശ്വതമായി തുടരട്ടെ എന്ന ആഗ്രഹത്തിൽ നമുക്കിവിടെ നിർത്താം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. ബൈ. കോൺഗ്രസിൽ നിൽക്കുമ്പോഴാണോ CPM നിൽക്കുമ്പോഴാണോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളത്? കോൺഗ്രസിൽ എന്ന് പറയുന്ന വാളെടുത്തവരൊക്കെ വിളിച്ചപ്പെടാം, പക്ഷെ CPM അതല്ല. ഒരു സ്ത്രീ പൊതുരംഗത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും വലിയ പ്രശ്നമാണ്. ഒന്നാമത് എൻ്റെ മുന്നിൽ നിന്ന് ആരും ഒന്നും പറയത്തില്ല. പെണ്ണാന്നോ ആണാന്നോ മിടിക്കുന്ന അപ്പം പറയാം. സ്വന്തം ജീവിതം പാർട്ടിക്ക് ഹോമിച്ച ഒരു നേതാവാണ് P ജയരാജൻ. അദ്ദേഹത്തിന് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ശോഭനാ ജോർജ് വന്നപ്പോ കിട്ടിയ ഒരു സ്ഥാനമാണ്. അങ്ങേപ്പോലെ ഒരാൾ പറയാൻ പാടില്ലാത്ത വാക്കാ സാറേ അങ്ങ് പറഞ്ഞത്. പിന്നെ എന്താ സാറ് ഒരു സ്ത്രീക്ക് നൽകുന്ന മാന്യത പിന്നെന്താ? AK ആന്റണി ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തോ ആ സമയത്ത്? ഉറപ്പല്ലേ? അന്ന് ഹരാസ് ചെയ്യാൻ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ആഷ്മി എടുക്കണം, എന്നിട്ട് എന്നെ വീണ്ടും വിളിക്കണം ജനകീയ കോടതിയിൽ.